പരിഹാരമേകാം സോദര വഴിയുണ്ടേ മാന്യരേ സത്യമാർഗമിലായണി ചേർന്നിടാം SKSSFിലായി സത്യമാർഗമിലായണി ചേർന്നിടാം SKSSFിലായി അരുളുന്നു നായക വൃന്ദമേ അത് കേൾക്കൂ സോദര അതിനാലേ തീർക്കാം വേഗമേ പരിഹാരം നമ്മളിൽ അതിനാലേ തീർക്കാം വേഗമേ പരിഹാരം നമ്മളിൽ പരിഹാരമേകാം സോദര വഴിയുണ്ടേ മാന്യരേ സത്യമാർഗമിലായണി ചേർന്നിടാം SKSSFിലായി സത്യമാർഗമിലായണി ചേർന്നിടാം SKSSFിലായി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുഹമ്മദ് ബഹുമാനപ്പെട്ട സ്വസകല ജമിത്തുലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് സുന്നി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് രൂപം നൽകിയ വിഘടിത പ്രവർത്തകന്മാർ, വിഘടിത പ്രസ്ഥാനം പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പലവിധ പ്രസ്ഥാനക്കാരുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് സമ്പത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ വികലമാക്കിക്കൊണ്ട് വെള്ളം ചേർത്തിക്കൊണ്ടുള്ള നിലപാടുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. അത്തരത്തിലുള്ള ജനവഞ്ചനാത്മകമായ പ്രവർത്തനങ്ങളുമായി കൊണ്ടാണ് വിഘടിത പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ അതുപോലെ തന്നെ ആത്മീയതയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള വഞ്ചനാത്മകമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് സത്യത്തിന്റെ സന്ദേശങ്ങൾ സമസ്ത കേരള ജമിത്തുലമ എന്ന മഹത്തായ പ്രസ്ഥാനം കേരളീയ മുസ്ലിം സമൂഹത്തെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കേണ്ടവരല്ല പണ്ഡിതന്മാർ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യത്തിന് വിരുദ്ധമായിക്കൊണ്ട് തങ്ങളുടെ പേരിൽ പോലും വ്യാജമായ പ്രചരണങ്ങൾ വ്യാജ മുടി കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയും ചൂഷണങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ യഥാർത്ഥ സത്യത്തിന്റെ സന്ദേശവാഹകരായ പണ്ഡിതന്മാർക്ക് സാധിക്കുകയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സത്യം തുറന്നു പറയാൻ വിഘടിതരുടെ കള്ളത്തരങ്ങൾ വിളിച്ചു കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങളുമായി ജമിത്തുലമയും അതിന്റെ പോഷക സംഘടനയായ SKSS ഒക്കെ തന്നെ പലവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള വിമോചന യാത്ര. സത്യത്തിന്റെ സന്ദേശങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്ന മഹത്തായ ലക്ഷ്യം മുന്നേറുകയാണ്. ഇത് സത്യം മനസ്സിലാക്കിക്കൊണ്ട് വിഘടിത പാളയത്തിൽ നിന്ന് ഓരോ ദിവസവും യഥാർത്ഥ ജമാഅത്തിന്റെ സന്ദേശങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിത്തുലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രസ്ഥാനം സത്യത്തിന്റെ പ്രസ്ഥാനമാണ്. ഇതൊരിക്കലും തന്നെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് സത്യത്തിന്റെ സന്ദേശമാണ്. ഇത് കേരളീയ മുസ്ലിം സമൂഹത്തെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ വർദ്ധിപ്പിക്കാനും ഈ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ഇവിടെയുള്ള പ്രവാസി മലയാളികളിലേക്ക് വ്യാപിക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പിന്തുണ ഉണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം, സഹായ സഹകരണം ഉണ്ടാവണം. അള്ളാഹുവിന്റെ കരീമാനാവട്ടെ. ഞാൻ കൂടുതൽ ജീവിക്കുന്നതിന്റെ ബഹുമാനപ്പെട്ട വളരെ വിശദമായിട്ട് തന്നെ ഇന്ന് കാലികമായ വിഷയത്തെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഇവിടെ പ്രതിപാദിക്കും. അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ഈ സന്ദേശങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സഹോദരങ്ങളിലേക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ സത്യത്തിന്റെ പാതയിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരാനും ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായങ്ങൾ ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംഗമം സ്വാലിഹായ അങ്ങനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദേശലക്ഷ്യങ്ങൾ
അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഈ പ്രസ്ഥാനത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അള്ളാഹു ഉയർത്തുകയും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം നിർവഹിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu wa nashhadu anna Muhammadan abduhu wa rasuluhu. Arsalahu bil huda wa dinil haqqi liyudhhirahu ala dini kullihi wa law kariha al-mushrikun. Amma ba'd. Fa inna khayral hadithi kitabullah وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ആദരണീയനായ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ആദരണീയരായ ബഹ്റൈൻ സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി അബ്ദുൽ വാഹിദ് സാഹിബ്, ബഹുമാനനായ കുന്നത്തുൽ ഹാജി സാഹിബ്, ഹംസ അൻവരി, ഫാറൂഖ് നബി, ബഹുമാനരായ മുഹമ്മദ് അലി ഫൈസി, ബഹുമാനായ അലി ഉസ്താദ് തുടങ്ങി ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന ആദരണീയരായ നേതാക്കളെ, SKSS ബഹ്റൈൻ ഘടകം സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരായ സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മനിരയായ പ്രവർത്തകരായ ജ്യേഷ്ഠാധിപന്മാരെ, സുഹൃത്തുക്കളെ, വിശിഷ്യ സംഘാടകരായ SKSSന്റെ സ്നേഹസമ്പന്നരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ സമയം അമൂല്യവും അനർഘവും വിലപിടിച്ചതുമാണ്. ആ സമയത്തിൽ ഒരു ഭാഗം ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി നാം നീക്കി വച്ചിരിക്കുകയാണ്. തീർത്തും അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ തീർത്തും സന്ദേശപരമായി അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നാം സംഘടിപ്പിച്ചത്. കരുണാവാദ്യ സുബ്ഹാനഹു വ തആല നാം ഇത് സംഘടിപ്പിച്ചതും ഇതിനു വേണ്ടി അധ്വാനിച്ചതും ഇവിടെ സന്നിഹിതരായതും സഹകരിച്ചതും ഹബീബായ നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നാം ചെയ്യുന്ന ഒരു എളിയ പ്രവർത്തനമായി ഈ സാധുക്കളെ നമ്മുടെ പറ്റുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ ഏപ്രിൽ 18 മുതൽ 29 കൂടിയ ദിവസങ്ങളിൽ മംഗലാപുരം തൊട്ട് തിരുവനന്തപുരം വരെ ആത്മീയത ചൂഷണത്തിനെതിരെ ജിഹാദ് എന്ന പേരിൽ SKSS നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിന്റെ സമാപനത്തിന്റെ ഭാഗമായി ഒരു വിമോചന യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ യാത്രയുടെ ബഹ്റൈൻ തല ഔദ്യോഗിക തല ഉദ്ഘാടന പരിപാടിയിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ആത്മീയത ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയുള്ള ധർമ്മസമരമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട
ഏറ്റവും പ്രസക്തമായ ചില ഭാഗങ്ങൾ ഈ അവസരം നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനിനോടും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തിരുസുന്നത്തിനോടും ഇസ്ലാമിക സമൂഹത്തിലുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധതയും ആഭിമുഖ്യവും താല്പര്യവും ദുരുപയോഗം ചെയ്തുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കടന്നു വന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. പാരമ്പര്യമായി കേരളീയ മുസ്ലിം സമൂഹം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സച്ചരിതരായ മുൻഗാമികൾ നൽകിയ വ്യാഖ്യാനങ്ങൾക്ക് അനുസൃതമായി ജീവിതം ക്രമപ്പെടുത്തുകയും ആ പൂർവകാല വ്യാഖ്യാനങ്ങളും വിശദീകരണവും ശരിവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും സച്ചരിതരായ മുൻഗാമികളായ ഔലിയാക്കൾക്കും സ്വാധീനങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ടുള്ള തവസ്സുലിന്റെ പ്രാർത്ഥനകളും തവറുക്കും മഹാത്മാക്കളോട് നേരിട്ട് ചോദിക്കുന്ന ഇസ്തിഹാസയുടെ രീതിയും ശിർക്കാണ്, കുഫറാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത ഏറ്റവും വലിയ കുബുദ്ധി വിശുദ്ധ ഖുർആനോടും തിരുപ്രവാചകരോടുമുള്ള ആ മുസ്ലിം സമൂഹത്തിന്റെ മഹബത്ത് ചൂഷണം ചെയ്യുകയായിരുന്നു. അവർ പറഞ്ഞു, ഇക്കാലം അത്രയും കേരളീയ മുസ്ലിം സമൂഹം പഠിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ഇസ്ലാമിന്റെ ഭാഗമല്ല, അത് കുഫറിന്റെയും ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഭാഗമാണ്. യഥാർത്ഥ ഖുർആനും യഥാർത്ഥ പ്രവാചകരുടെ ചര്യവും ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പുതിയ വാദഗതികൾ മുസ്ലിം സമൂഹത്തിന്റെ ഈ മഹബത്ത് ചൂഷണം ചെയ്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ അവർ സമർപ്പിച്ചു. അതിലേറ്റവും ഗൗരവകരമായ കാര്യമായിരുന്നു തവസ്സുലും തബറുക്കും ഇസ്തിഹാസയും ഉൾപ്പെടെയുള്ള അള്ളാഹുവിന്റെ വിശുദ്ധാത്മാക്കളായ മഹാത്മാക്കളോട് ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ രീതികളും സഹായാർത്ഥനകളും. ഒരാൾ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ അങ്ങനെ സഹായിച്ചാലും എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആൾ മുശ്രിക്കായി, ആൾ കാഫിറായി, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് പഠിപ്പിക്കുന്ന രീതി. വിശുദ്ധ റമദാൻ മാസം വന്നാൽ നമ്മൾ ബദർ മൗലൂദ് വളരെ പ്രാധാന്യത്തോട് ചൊല്ലാറുണ്ട്. അവിടെ ബദരീകളെ മുൻനിർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഖ്ലിൽ ബദരി യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമങ്ങൾ മുൻനിർത്തി നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ഹബീബായ പ്രവാചകനെ മുൻനിർത്തി നിന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സകല യോദ്ധാക്കളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. വഅഖ്ലിൽ ബദരി യാ അല്ലാഹ്, വിശേഷിച്ച് ബദരീകളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. ഈ തവസ്സുലിന്റെ പ്രാർത്ഥനാ രീതി അങ്ങനെ പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്, കുഫറാണ്, ഇസ്ലാമിക വൃത്തത്തിൽ പുറത്തു പോകും. അങ്ങനെ വിചാരത്തിന്റെ വാദം പ്രചരിപ്പിച്ചുകൊണ്ട് പ്രവാചകരോടുള്ള സുന്നത്തിന്റെ ആ സ്നേഹം ചൂഷണം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ആ പുതിയ തൗഹീദിന്റെ വാദത്തിൽ തന്നെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് ശിഥിലമായി ചിന്ന ഭിന്നമായി കിടക്കുന്ന ദയനീയമായ സാഹചര്യമാണ് മലയാളി മുസ്ലിങ്ങൾക്കിടയിലുള്ളത്. നേരത്തെ മുജാഹിദ് പ്രസ്ഥാനം രണ്ടായിട്ടുള്ളത്. ഇന്ന് അതല്ല പ്രശ്നം. ഔദ്യോഗിക ഗ്രൂപ്പ് വളരെ ഗൗരവതരമായ വിഷയത്തിൽ ഉടക്കി നിൽക്കുകയാണ്. മഹാത്മാക്കളായ അമ്പിയാക്കളും ഔലിയാക്കളും ഇങ്ങനെ സഹായം ചോദിക്കുന്നത് അത് ശിർക്കാണ് എന്ന് പച്ചയായി പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനം ശിർക്കാണെന്ന് പഠിപ്പിക്കാൻ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരേ ഒരു ന്യായം അത് മറഞ്ഞ വഴിക്കുള്ള സഹായാർത്ഥനയാണ് എന്നതായിരുന്നു കാരണം. ഒരു ന്യായം അള്ളാഹുവിന്റെ ഹബീബെ അവിടുന്ന് തന്നെ സഹായിച്ചാലും എന്നൊരു മുഖ്മിൻ പറഞ്ഞാൽ തങ്ങളോട് സഹായാർത്ഥന നടത്ത് മറഞ്ഞ വഴിക്കാണ്, കണ്ണിൽ കാണാത്ത വഴിക്കാണല്ലോ.
അള്ളാഹുവെ എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കാണുന്നില്ല. അതുകൊണ്ട് കണ്ണിൽ കാണാത്ത വഴിക്ക്, അദൃശ്യമായ നിലയ്ക്ക്, അഭൗതികമായ നിലയ്ക്ക്, കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ നിലയ്ക്ക് ഒരു ശക്തിയോട് സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്ന് സ്ഥാപിച്ചു. നമ്മളെ ഇസ്തിഗാസ ശിർക്കാക്കാൻ നമ്മുടെ ആലിമികൾ പറഞ്ഞ് തെറ്റാണ് വിശദീകരണം. തന്റെ പ്രാർത്ഥനയുടെ അർത്ഥം ഷിർക്കിന്റെ മാനദണ്ഡം അതല്ല, അവരൊന്നും അംഗീകരിക്കില്ല. പക്ഷെ അന്നൊക്കെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ജിന്നിനെയും പിശാചിനെയും ഒരുതരം ഭൗതികമായ വ്യാഖ്യാനങ്ങൾ നൽകി നിഷേധിക്കുകയായിരുന്നു. ജിന്ന് എന്ന് പറഞ്ഞാൽ മറഞ്ഞ തരം ജീവികൾ എന്ന ഭാഷാർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗാണുക്കളാണ്, അല്ലാതെ ജിന്ന് എന്നൊരു വർഗമില്ല എന്ന് ഇവർ എഴുതി വെച്ചു. തഫ്സീറുൽ ബനാർ അവരുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പിശാചിന് പുതിയ ചില ഭൗതിക വ്യാഖ്യാനങ്ങൾ നൽകി. അല്ലാതെ ജിന്നും പിശാചും, ജിന്നിന്റെ രോഗവും പിശാചിന്റെ ഉപദ്രവമൊന്നും ഇല്ല എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം കാലവേള ചെന്നപ്പോൾ ജിന്നിന്റെ ആസ്തിക്യം അംഗീകരിച്ചു, പിശാചിന്റെ ആസ്തിക്യം അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ജിന്നിനെയും പിശാചിനെയും അത് ബാധിച്ച മനുഷ്യന്റെ ശരീരത്തിൽ മന്ത്രിച്ച വെള്ളം തെളിച്ചും വഴികൊണ്ട് അടിച്ച് ജിന്നിനെ അടയ്ക്കുന്ന അവസ്ഥാവിശേഷം ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ വെറുതെ പറയുക, ഞാൻ കണ്ടുകൊണ്ട് ഒരു സാമ്പിൾ പോയി കണ്ടതാ. മുജാഹിദിന്റെ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഒരു നേതാവ് ഞാൻ നേർക്കുന്നതെന്ന് ബോധ്യപ്പെടാൻ പോയി. ജിന്ന് ബാധിച്ച രോഗിയെ ഇങ്ങനെ മന്ത്രിച്ചൂടിയിട്ട് ആ വെള്ളത്തിൽ മന്ത്രിക്ക മാത്രമല്ല, ഉമിനീര് തുപ്പി മന്ത്രിച്ചുകൊണ്ട് ആ വെള്ളം മുഖത്തേക്ക് തെളിച്ച് പിശാചെ ഇറങ്ങുന്നത് വഴികൊണ്ട് അടിച്ച് ഇറക്കുന്ന അവസ്ഥാവിശേഷത്തിന് ഞാൻ ദൃക്സാക്ഷി. ഈ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് അന്ന് അന്ധവിശ്വാസമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ മന്ത്രവും നൂലും ഉടുക്കും ആത്മീയ ചികിത്സകളും നിരാകരിച്ച മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി മുന്നിൽ നിൽക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ തീർച്ച. പക്ഷെ അതല്ല പ്രശ്നം. ജിന്നിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ, പിശാചിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ. അപ്പൊ ജിന്നിനോട് ഒരാൾ സഹായം ചോദിച്ചാൽ ഉഹ്റുജ്, ജിന്നെ പുറത്തിറങ്ങി സഹായം ചോദിക്കണം, നീ ഇറങ്ങണം, ഇറങ്ങി തന്നെ സഹായിക്കണം. അങ്ങനെ ജിന്നിനോട് മറഞ്ഞ വഴിക്ക് സഹായം ചോദിച്ചാൽ, പിശാചിനോട് മറഞ്ഞ വഴിക്ക് സഹായം തേടിയാൽ അവ ശിർക്ക് വരില്ലേ എന്ന ക്രമപ്രശ്നം നമ്മൾ ഉന്നയിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രതിസന്ധിയിലാക്കപ്പെട്ടു. ജിന്നിനോട് ഇറങ്ങണമെന്ന് സഹായം തേടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാരും പണ്ഡിതന്മാരും അവർക്ക് മറഞ്ഞ വഴിക്ക് സഹായം തേടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, അവർ തേടുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വളരെ കൃത്യമായി അവരുടെ വാരിക വിചിന്തനം വാരികയും അവരുടെ മാസിക ഇസ്ലാം മാസികയിൽ പച്ചയായി അവർ ഫത്വകൾ നൽകി. ഈ ജിന്നിനോടും പിശാചിനോടും മറഞ്ഞ വഴിക്ക് സഹായം തേടിയാൽ ശിർക്കാകില്ല എന്ന് ആധികാരികമായി അവർ മറുപടി നൽകി. അതോടുകൂടി പ്രതിസന്ധിയിലായത്. ഇപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുഖത്ത് നോക്കി മഹാന്മാരായ അമ്പിയാക്കളോട് നിങ്ങൾ സഹായം ചോദിക്കാൻ പാടില്ല, ശിർക്കാകുമെന്ന് ചുഴി നീർന്നു പറയാനുള്ള ധാർമ്മിക അവകാശം മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുക. എന്തേ? നബികളോട് നമ്മൾ സഹായം ചോദിക്കുന്ന മറഞ്ഞ വഴിക്ക. മറഞ്ഞ വഴിക്ക് ശിർക്കാണെങ്കിൽ ആദ്യം മുസ്ലിക്കാരുടെ മുജാഹിദിനേക്കാൾ മുജാഹിദ് ജിന്നിനോടോ പിശാചിനോടോ മറഞ്ഞ വഴിക്ക് തേടിയാൽ ശിർക്കാകൂല എന്നാണ് പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് മറുപടി പറയാനുള്ളത് മാത്രമല്ല, ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രഭാഷകന്മാർക്ക് മുമ്പിൽ, എഴുത്തുകാർക്ക് മുമ്പിൽ, വിശദീകരണം നടത്തുന്ന ആളുകൾക്ക് മുമ്പിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ ശിർക്കാണെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം സംജാതമായി കഴിഞ്ഞു. ഇത് സത്യമാണെന്ന് മാത്രമല്ല, ആ ഒരു വിഷയത്തിൽ അതിശക്തമായ അഭിപ്രായ ഭിന്നതയിലാണ്. മറഞ്ഞ വഴിക്ക് ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് വന്നാൽ ഗുരുമാനായി അതുകൊണ്ട് വേണ്ടാന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അത് അനുവദിക്കാം എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്തു കഴിഞ്ഞ പ്രസിദ്ധീകരണം രണ്ട് ചേരിയായി തമ്മിലടിച്ചുകൊണ്ടിരിക്കാം. ഇതിനെ തുടർന്ന് തവസ്സുലും ഇസ്തിഗാസയും ശിർക്കാണെന്ന് പറയാൻ സാധിക്കാതെ വന്നിരിക്കുന്നു. ഇസ്തിഗാസ ശിർക്കാന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ ആളുകൾക്കും ഇതാ നിങ്ങളുടെ മാസിക പറഞ്ഞു ജിന്നിനോട് സഹായം തേടാൻ ശിർക്കാവെന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ മഹാത്മാക്കൾ രണ്ടും മറഞ്ഞ വഴിക്കല്ലേ? ഈ ചോദിക്കുന്ന ഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്ത സാഹചര്യം സംജാതമായിരിക്കുമെന്ന് നമ്മൾ പറയുക മാത്രമല്ല, അവിടെ ടോപ്പ് ലീഡർമാർ, അവിടെ കേരള ജംഇയ്യത്തുകളുടെ നേതാക്കന്മാർ, അവരുടെ മുഷാവറ, നമ്മുടെ മുഷാവറ ജംഇയ്യത്തുകളുടെ ടോപ്പ് ലീഡർമാർ ഈ സത്യം തുറന്നു പറയുന്നു. നമുക്ക് ഇന്ന് സുന്നികളോട് പറയാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിരുന്നു. കൃത്യമായി പറയുന്നു, വന്ന് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ
അതിന് എതിരായ ഒരു സാഹചര്യം ശക്തമായുള്ള സമയമാണ്. ഇപ്പം അതേ സാഹചര്യത്തിലേക്ക് നമ്മുടെ സമുദായത്തെ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ തന്നെ ഉള്ള ചില പ്രഭാഷണങ്ങളുടെയോ ലേഖനങ്ങളുടെയോ സംസാരത്തിലൂടെയോ എത്തിക്കുന്നതായി ഒരു ഭയാനകമായ ഒരു അവസ്ഥാവിശേഷം കാണുമ്പോൾ ഹൃദയം നൊന്ത് വേദനിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പടച്ചവനെ, ഞങ്ങളെ വലാലത്തേക്ക് എത്തിക്കല്ല, ഞങ്ങൾ ഏതൊരു ഹിദായത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നുവോ അതേ ഹിദായത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഈ സമുദായത്തെയും എത്തിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വളരെ മോശമായ നിലയിലേക്ക്, വിശ്വാസത്തിൽ വളരെ തെറ്റായ രീതിയിലേക്കൊക്കെ പോവുകയാണ്. വലിയ അത്ഭുതം തോന്നും. നമ്മുടെ ഈ പൂനൂർ വാദപ്രതിവാദത്തിലൊക്കെ നമ്മുടെ എടവണ്ണ അലിയമോലി അവറുകൾ മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിപ്രകാരം അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നതിന് വല്ല ദൃഷ്ടാന്തങ്ങളുമുണ്ടോ, ആയത്തുണ്ടോ എന്ന് ചോദിച്ച ചോദ്യം 1950-കളിലാണ്. 60 വർഷം കഴിഞ്ഞു. ഇപ്പം അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കണമെങ്കിൽ എതിർകക്ഷികൾ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നാണ് മറുചോദ്യം. ആ നിലയിലേക്ക് നമ്മളെ ഇവർ തെറ്റിദ്ധരിക്കുകയോ നമ്മളറിയാതെ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് വല്ല വാചകങ്ങളും വരികയോ ചെയ്തിട്ടുണ്ടോ എന്ന് ബലമായി സംശയിക്കാവുന്ന സ്വഭാവത്തിലാണ്. മണിക്കൂറുകളാണ് ഈ ഒരു പോയിന്റിൽ ചർച്ച നടക്കുന്നത്. സുന്നികൾ ഒരിക്കലും വിടുന്നില്ല. ജിന്നിനോട് സഹായം തേടിയ ശിർക്കാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ബദരീങ്ങളോട് സഹായം തേടിയ ശിർക്കാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുമ്പോഴേക്ക് മാസിക എടുത്തു, പത്രം എടുത്തു, പ്രസ്താവന എടുത്തു, പിന്നെ ഉണ്ണി ചില ചിത്രങ്ങൾ എടുത്തു. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ല എന്നാണ് ചോദിക്കുന്നത്. ഒരു കാരണവശാലും അള്ളാഹുവിനോടല്ലാതെ സഹായം തേടാൻ പാടില്ല. നമ്മുടെ പാലക്കാട് നടന്ന പ്രമേയം തരുന്നു. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമല്ല, ഇത് പാലക്കാട് നടന്ന പ്രമേയം ആയതുകൊണ്ട് പറയല്ല, വളരെ കാലം മുമ്പ് തന്നെ നമ്മൾ അതിലേക്കല്ലേ ക്ഷണിച്ചിട്ടുള്ളത് ജനങ്ങളെ. കൃത്യമായി അവരുടെ ദുരവസ്ഥ വിശദീകരിക്കുകയാണെങ്കിൽ അവരുടെ ടോപ്പ് പണ്ഡിതനാണ്, അവരുടെ ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന നേതാവ്. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഇവിടെ മറ്റൊരു പ്രധാന സംസ്ഥാന ഉപാധ്യക്ഷൻ തുടർന്ന് പറയുന്നത് ജിന്നിനോടും പിശാചിനോടും സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നില്ല. തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. വളരെ പ്രഗത്ഭനായ പണ്ഡിതൻ പറയുന്നത്, തമാശക്ക് പറയാം, ഒരാൾ ഒരു വഴിക്കിങ്ങനെ പോകുമ്പോ ഡുണ്ടും ഡുണ്ടുടും ഒരു ജിന്നിന്റെ ശബ്ദം കേട്ടു. അവ ജിന്നെ എന്നെ സഹായിക്കണമെന്ന് പറയാം എന്നാണ് നമ്മളെ ചില ആൾക്കാർ പറയുന്നത്. ഇവരെ വിഭാഗത്തെ തന്നെ ഇവർ തന്നെ ആവശ്യം വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്താക്കാൻ കഴിയില്ല, കാരണം രണ്ട് കൂട്ടരും വൻ ചേരിയ. നോക്കൂ, നിങ്ങൾ പറയുന്നു. വിജനമായ മരുഭൂമിയിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരാൾ പ്രസംഗിക്കുക, ഡുണ്ടും ഡുണ്ടുടുടും എന്ന് പറഞ്ഞിട്ട് ഒരു ഒച്ച ഇങ്ങനെ കേൾക്കുക. നോക്കുമ്പോൾ ആരും കാണാനില്ല. അപ്പൊ അത് വല്ല ജിന്നു ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അള്ളാന്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കൊന്നും ആകൂല. ഇവിടെ പ്രസിദ്ധ പണ്ഡിതനായ റബീ ഇബ്നു ഹാദി മദ്ഖലി അദ്ദേഹത്തോടൊരു ചോദ്യം, ഹൽ മിൻ ഹറജ് ഔ ജുനാഹ് ഫിൽ ഇസ്തിആനത്തി ബിൽ ജിന്നി ഫിൽ അംറിൽ മുബാഹ് വൽ മഖ്ബൂൽ ശർഅൻ ഇൽമൻ അന്നഹു ലൈസ ഹുനാക അമൽ അയ്യു ശിർക്ക് ഔ മാസിയ മഅൽ ജിൻ. ജിന്നിന്റെ കൂടെ ഷിർക്കിന്റെ ഒരു ലാഞ്ചനയും ഹറാമിന്റെ ഒരു ലാഞ്ചനയും ഇല്ലാത്ത നിലക്ക് ശറയിൽ അനുവദനീയമായ ഒരു കാര്യം ചെയ്തു തരാൻ വേണ്ടി സഹായം ചോദിക്കാമോ? അൽ ജവാബ് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി തദുല്ലു അലാ അന്നൽ മുസ്തഈന ഖദ് വഖഅ ഫി ശിർക്ക്. ഇവിടെ ജിന്നിനോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹായം ചോദിക്കുന്നവൻ ശിർക്കിൽ പെട്ടു എന്നാണ്. ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കായി എന്നാണ് ഈ മൗലവി പറയുന്നത്. എന്നാൽ അവരെ അതേ സ്ഥാനം അലങ്കരിക്കുന്ന അതിനേക്കാൾ പ്രഗത്ഭനായ ഡോക്ടർ സക്കരിയ സ്വലാഹി യുദ്ധത്തിന്റെ ഒപ്പത്തിനൊപ്പം പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ലീഡറാണ്. അയാൾ പറഞ്ഞ ശിർക്കാവൂല, എന്താ തേടിയാൽ അതിന് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല, അവർക്ക് സഹായിക്കാൻ കഴിയും എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു. അങ്ങനത്തെ ഞങ്ങൾ ഈ സഹായം തേടുന്ന ആൾക്കാരെ, ശിർക്കിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറ്റാണ്ടോ, ഗൗരവമുള്ള കുറ്റം. അപ്പൊ നമ്മൾ പറഞ്ഞ അവസ്ഥ തമ്മിൽ അവർ പറയാം, ചങ്ങാതിമാരെ മുസ്ലിക്കല്ലാത്ത ഞങ്ങളെ മുസ്ലിക്ക് എന്ന് പറയണ്ട,
ഞങ്ങൾ ജിന്നിനോട് ചോദിച്ചൊരു വലിയ മുസ്ലിക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിക്കല്ലാത്ത മുസ്ലിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിക്കാവും എന്ന് തിരിച്ചാണ് മറുപടി അറിഞ്ഞത്. നമ്മൾ ശിർക്കിലേക്ക് പോയി ആരോപിച്ചത് അവനെ കുറിച്ച് നീച്ചെന്ന് പറഞ്ഞാൽ മതിയോ? ഒരാൾ ശിർക്കല്ലെങ്കിൽ ശിർക്കല്ലാത്തൊരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ കുറിച്ച് ശിർക്കാരോപണം നടത്തുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത കാര്യം, അയാൾ പറഞ്ഞ കാര്യം വ്യക്തമായ ശിർക്കാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആളെ മുശ്രിക്കാക്കുക എന്നുള്ളത് വലിയ കുറ്റാണ്. തമ്മിലാണ് പറയുന്നത്. ഇപ്പൊ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ പടച്ച റബ്ബിന്റെ കുതിർത്ത് നോക്കണം. ഈ മഹാന്മാരായ സ്വാധീനങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമുള്ള 14 നൂറ്റാണ്ട് കാലത്തെ സുന്നത്ത് ജമാഅത്തിലെ ബഹുഭൂരിപക്ഷം ഒരു ജനവിഭാഗത്തെ തവസ്സുൽ ഇസ്തിഖാസയുടെ മറഞ്ഞ വഴിക്ക് സഹായം തേടൽ അനുവദിച്ചു എന്നതിന് പേരിൽ ശിർക്കുകാരായി ചിത്രീകരിച്ച ആളുകൾ ഇന്ന് പരസ്പരം ഈ ശിർക്കാരോപണം നടത്തിക്കൊണ്ട് നമ്മളെ മുസ്ലിക്കാക്കാൻ വഴിയില്ലാതെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. ആത്മീയത ചൂഷണം ചെയ്താൽ അവർ വിജയിക്കില്ല എന്നതിന്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. എന്റെ സുഹൃത്തുക്കളെ, ഇന്ന് മറ്റൊരു വിഭാഗം സാക്ഷാൽ സുന്നത്ത് ജമാഅത്തിന് ദേവതയിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നേരത്തെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പുറത്തു മാറ്റി നിർത്തിയ കാന്തപുരം വിഭാഗം ആത്മീയത വാണിജ്യവൽക്കരിച്ചിരിക്കുകയാണ്. ചൂഷണം പറഞ്ഞാൽ പോരാ. സുബ്ഹാന ജല്ല ജലാലുഹു പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുസ്ലിം സമൂഹത്തിനോടുള്ള അതിയായ മഹബത്ത്, ആ സ്നേഹം ചൂഷണം ചെയ്യാൻ വേണ്ടി എന്തിനും പണപ്പിരിവ് ലക്ഷ്യമാക്കിക്കൊണ്ട് കോടികൾ സമ്പാദിച്ചുകൊണ്ട് അട്ടിക്കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന, പ്രശസ്തിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഈ വിഭാഗം ഏറ്റവും അവസാനം ഹബീബായ തങ്ങൾ അവരുടെ പേരിൽ തങ്ങളുടെ മുടി എന്ന് പറഞ്ഞ് ഷഹർ മുബാറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 2 കേന്ദ്രങ്ങളിൽ നിന്ന് മുടികൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ മുടി വെക്കാൻ എന്ന് പറഞ്ഞ് 42 കോടിയുടെ പള്ളിക്ക് പണപ്പിരിവ് നടത്തുകയും ആ പള്ളി എന്റെ ലക്ഷ്യം. ഈ പള്ളി കേന്ദ്രീകരിച്ച ബിസിനസ് സിറ്റി, ടൗൺഷിപ്പ് കോടി രൂപ ഇറക്കിക്കൊണ്ട് ഷെയർ വാങ്ങിക്കൊണ്ട് 10, 20, 50 ലക്ഷം ഷെയർ വാങ്ങിക്കൊണ്ട് വലിയൊരു ബിസിനസ് സിറ്റി സ്ഥാപിക്കാൻ വേണ്ടി വമ്പിച്ച പണപ്പിരിവുകൾ സർവ്വവ്യാപകമായി നടത്തിക്കൊണ്ട് എത്ര കോടികളെ, എത്ര ബില്യൺ കണക്ക് നമുക്ക് പറയാൻ സാധ്യമല്ല. ഈ തരത്തിലുള്ള ചൂഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നത് ഒരുവനക്കും നമുക്ക് പൊറുക്കാനും മറക്കാനും സാധിക്കാത്ത ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള വ്യാജ കേശമാണ്, വ്യാജ മുടിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിക്ക് പ്രത്യേകതയുണ്ട്, നബി തങ്ങളുടെ നഖത്തിന് പ്രത്യേകതയുണ്ട്, നബി തങ്ങൾ കിടക്കുന്ന സ്ഥലത്തിന് പറക്കുന്നുണ്ട്, നബി തങ്ങൾ മരിച്ചു കിടക്കുന്ന, വഫാത്തായി കിടക്കുന്ന ആ സ്ഥലത്തിന് പോലും പുണ്യമുണ്ട്, നബി തങ്ങൾ ഉപയോഗിച്ച വസ്തുക്കൾക്ക് പുണ്യമുണ്ട്, നബി തങ്ങൾ കുടിച്ച പാത്രത്തിൽ കുടിച്ചാൽ പുണ്യമുണ്ട്. ഇതൊന്നും ആർക്കും ഒരു തർക്കമല്ല. ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. ഒറ്റപ്പെട്ട ശിഖരചിന്തകൾ നമ്മൾ പരിഗണിക്കുന്നില്ല. ഈ ബറക്കത്തും മഹത്വവും പരിഗണിച്ചുകൊണ്ടും കണക്കിലെടുത്തുകൊണ്ടും ഇത് ലളിതങ്ങളുടെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 കേന്ദ്രങ്ങളിൽ നിന്നായി കാന്തപുരം ചില മുടികൾ കേരളത്തിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്ക് നിരാകരിക്കാൻ പോയിട്ടില്ല. ആണെങ്കിൽ ആയിക്കോട്ടെ, കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ലോകത്ത് അപൂർവ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ വിശുദ്ധ കേശങ്ങളുള്ളത്. അത് കാന്തപുരത്തിന് കേന്ദ്രത്തിൽ വിട്ടുകൊടുത്തുള്ള ലോക വാർത്തയാണ്. ആ വാർത്ത വിട്ടുകൊടുക്കുന്ന വിവരം, ഔദ്യോഗിക തീരുമാനവും കൈമാറ്റ ചടങ്ങുമൊക്കെ ലോകതലത്തിൽ വേൾഡ് വൈഡ് ചാനലുകളിലും വാർത്താ മാധ്യമങ്ങളും അവതരിപ്പിക്കും. എന്നാലും ഒരു സാധ്യത അസംഭവ്യമല്ലല്ലോ. ഒരു വിഭാഗം അവർ സൂക്ഷിക്കുന്ന റസൂലുള്ളാഹിന്റെ തിരുകേശം കാന്തപുരത്തിന് വിട്ടുകൊടുത്താലോ ഒരു സാധ്യത നമ്മൾ ഒറ്റയ്ക്ക് നിരാകരിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ കാന്തപുരത്തിന്റെ കൈവശം ഒരു മുടി എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ കേരളീയ മുസ്ലിം സമൂഹമല്ല, അദ്ദേഹത്തെ അടുത്തറിയുന്ന ആരും അംഗീകരിക്കുന്നതെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ കാന്തപുരം എന്ന തന്ത്രശാലി എനിക്ക് തങ്ങളുടെ മുടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ജനസമൂഹത്തെ, പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആവിഷ്കരിച്ച തന്ത്രങ്ങളുടെ ഭാഗമായി അദ്ദേഹം ഒന്നാമത് കണ്ടെത്തിയ തന്ത്രം, ഞാൻ എനിക്ക് ആ മുടി കിട്ടാൻ എനിക്ക് അർഹനാണ്, ഞാൻ നബി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹുമായി അടുത്ത ക്ലോസ് ബന്ധമുള്ള ആളാണ് ജനങ്ങൾക്ക് സ്ഥാപിക്കാൻ ശ്രമം നടത്തിയത്. നേരത്തെ പ്ലാൻ ചെയ്ത കാര്യം. ഇദ്ദേഹത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും നിരവധി സീഡികൾ പ്രസംഗം, നന്നായി വാചാരമായി പ്രസംഗിക്കാൻ കഴിയുന്ന വാഴകന്മാരുടെ പ്രസംഗങ്ങൾ അവതരിപ്പിച്ച് സീഡികൾ മർക്കസ് വിപണിയിലാക്കി. പാവം നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ നിഷ്കളങ്കരായ സഹോദരന്മാർ
ഈ സീഡി കേട്ട് സുബ്ഹാനല്ലാഹ് ഉസ്താദ് ഇത്ര വലിയ മഹാന അവരെങ്ങനെ ധരിച്ച് അദ്ദേഹത്തെ കുറിച്ച് വലിയ മഹത്വം മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം വെച്ചാൽ അദ്ദേഹത്തെ പുകഴ്ത്തി ഒരുപാട് സ്വപ്നകഥകൾ അവതരിപ്പിച്ചു. ഞാൻ സാമ്പിൾ ഒരു സ്വപ്നകഥ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഇവർ പ്രചരിപ്പിച്ച സ്വപ്നകഥ, ഒരു ഈക്കക്കാരൻ നേതാവ് ഇന്നവരെ ശൈലി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വപ്നത്തിൽ കാണാൻ ഇഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു. സ്വപ്നത്തിൽ കാണാൻ വല്ല പ്രാധാന്യം ഉണ്ടോ ചോദിച്ചാൽ തങ്ങളുടെ സ്വപ്നം കാണാനുള്ള പ്രാധാന്യം തന്നെയാണ്. ഇവിടെ ആര് കണ്ട ആൾക്കാരുണ്ടെങ്കിലും അവർ മനസ്സിലാക്കിക്കോ, അവർ സാധാരണക്കാരല്ല, വലിയ ഔന്നത്യത്തിന്റെ ആളുകളാണ്. നമുക്ക് എന്തു സ്വപ്നം കാണാം, പക്ഷെ റസൂലുള്ളാഹിനെ കാണണമെങ്കിൽ കുറച്ച് തങ്ങളുമായിട്ട് ബന്ധം വേണം. അപ്പൊ ഒരു ഈക്കക്കാരൻ നേതാവ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചു. തങ്ങളെ സ്വപ്നം കാണാനുള്ള വഴി നല്ല അമൽ ചെയ്യാം, പിന്നെ തങ്ങളെ പിന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കാം. അങ്ങനെ ആ നേതാവ് സ്വലാത്ത് ചൊല്ലി ലാസ്റ്റ് സ്വപ്നം കണ്ടു. നീണ്ടൊരു ക്യൂ, ആ ക്യൂലാണ് നിന്ന് ആ ക്യൂ റസൂലുള്ളാഹിനെ കാണാൻ ക്യൂവാ. അങ്ങനെ ആ ക്യൂവിൽ നിന്ന് പോയി ഇപ്പൊ എന്റെ ഊഴത്തുനിന്ന് ആ റൂമിലേക്ക് ഇങ്ങനെ കാര്യം ആൾക്കാർ കണ്ടിങ്ങനെ പോവുക. അങ്ങനെ ആ റൂമിലേക്ക് കിടക്കുന്ന ഊഴം തനിക്കെത്തി താൻ റസൂലുള്ളാഹിനെ കാണുന്ന ആ സുലഭ നിമിഷം ഇതാ എത്തിച്ചു വന്നിരിക്കുന്ന ആ റൂമിലേക്ക് പ്രവേശിച്ച് നോക്കുമ്പോ അവിടെ റസൂലുള്ളാഹി ലഭിക്കുന്നത് വിടർന്ന പുഞ്ചിരിയുമായി കാന്തപുര ഉസ്താദാണ് അവിടെ ഇരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ സ്വപ്നം കാണാൻ ഈ ക്യൂവിൽ നിന്ന് റസൂലുള്ളാഹിനെ കാണാൻ ഉസ്താദാണല്ലോ. അപ്പൊ ഉസ്താദ് മറുപടി, ബേജാറാകണ്ട, റസൂലുള്ളാഹിനെ കാണാൻ തന്നെയാണ് ക്യൂവിലുള്ളത്. ഇപ്പൊ മനസ്സിന്റെ കാര്യം അറിയാൻ പറ്റും. തൊട്ടപ്പുറത്ത് റൂമിലാ റസൂലുള്ളാഹി. പക്ഷെ റസൂലുള്ളാഹിനെ കാണാൻ ടിക്കറ്റ് കാണാൻ കൊടുക്കേണ്ട, അതങ്ങനെ വന്നത് ടിക്കറ്റ് പകരാനും ടിക്കറ്റ് മുറിച്ചു കൊടുത്തു. സംഭവമാണ്. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി, ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്താൻ ഒരേ ഒരു വഴി കാന്തപുര ഉസ്താദ് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ കെ ഗ്രൂപ്പ് വിട്ടു. നമ്മൾ ഒരുപാട് കാലമായി ആരാണ് ഈ കെ ഗ്രൂപ്പ് വിട്ടത്, ഏതാണെന്ന് അഡ്രസ്സ് പറയുന്നത് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. കാരണം കഥ ഉണ്ടാക്കുമ്പോൾ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ. നോക്കുന്നത് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ അയാൾ ഈ വിഭാഗത്തിലാണ്. എന്താ തുറന്നു പറഞ്ഞതിന് തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്ത് ഇപ്പൊ പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയാണ്, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവനാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ചൊല്ലി അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സ്വഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേർത്തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതേ കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, AP ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. ആ ഗ്രൂപ്പ് വിട്ട നേതാവ് ഈക്കക്കാരൻ നേതാവാണല്ലോ. ഒന്ന് പറയും ചങ്ങാതിമാരെ, ആ പേര് പറഞ്ഞാൽ മതി, സ്ഥലം നിങ്ങൾ കണ്ടുപിടിച്ചോളാം. ഈ നിമിഷം വരെ പറഞ്ഞില്ല. കാരണം ഇത് പെണ്ണുങ്ങൾ പോലും വിശ്വസിക്കാത്ത കള്ള കഥകൾ തന്നെ. ഇങ്ങനത്തെ 1, 2, 5, 10 കഥകളല്ല. ഇത് പറയാനായിട്ട് ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് ഒരു ടീമിനെ ആക്കിയേക്കാണ്. അതിന് ലക്ഷ്യമുണ്ട്. വേറൊരു സംഭവത്തിൽ ഒരു കഥ അവതരിപ്പിക്കാൻ, സ്വപ്നം അവതരിപ്പിക്കാം. ഒരാൾക്ക് കാന്തപുര ഉസ്താദിനോട് എന്തോ ചെറിയ അകൽച്ച. അപ്പോഴേക്കും ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്താ വിഷയം പറഞ്ഞത്? നേരിട്ട് അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ ഹദീസ്, റസൂലുള്ളാഹിന്റെ ഹദീസിനെ ഓതി കൊടുക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വത്തെ കുറിച്ചാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വം കുറെ നോമ്പ് കൊണ്ടല്ല, കുറെ നിസ്കാരം കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ചുള്ള ഈമാന്റെ ശക്തി കൊണ്ടാണ് എന്ന് ഇയാൾക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുക ഈ ഹദീസ്. ഇയാൾ രാവിലെ വിചാരിച്ചു, പഠിച്ചോനെ ഞാൻ എന്തിനാണ് ഇപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ മഹത്വം ഞാൻ നിഷേധിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് തന്നെ അബൂബക്കർ സിദ്ദീഖിന്റെ മഹത്വത്തിന്റെ ഹദീസ് ഇങ്ങനെ പറയണത് ഇങ്ങനെ ഓത്തപ്പണം മനസ്സിലായത്. ആ സംഭവം ആ അബൂബക്കർ സിദ്ദീഖ് അല്ല, ഈ ഷെയ്ഖ് അബൂബക്കറിന്റെ മഹത്വമാണ് പറഞ്ഞിരുന്നത്. ഈ ഹദീസ് പറഞ്ഞത് ഈ അബൂബക്കറാണ്, കാന്തപുര അബൂബക്കർ. നോക്കി പറയുന്നത് എന്താണ് ഇതിന്റെ ഗൗരവം?
ചെറിയൊരു അഭിപ്രായം ഉസ്താദിന്റെ വിഷയത്തിൽ, ഉസ്താദിന്റെ അഭിപ്രായത്തിന്റെ എതിരിൽ ഒരു ചെറിയ അഭിപ്രായമുള്ള ഒരു വലിയ പണ്ഡിതൻ, ഒരു വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദിനോടൊന്നും എതിർപ്പല്ല, ചെറിയ അകൽച്ച വന്നു പോയ ഒരാൾ, അയാൾ ഉസ്താദിന്റെ ഒരു ചെറിയ ശിഷ്യനുമാണ്. അയാൾ എന്നോട് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് ഒരു ഹദീസ് ഓതി. ഏതാണ് ഹദീസ്? മാ ഫളല അബൂബക്കർ അലൈക്കും ബികസീരി സ്വലാത്തി വലാ സിയാം വലാകിൻ ബിഅംദിൻ വഖറ ഫീ ഖൽബിഹി ഔ ഉഖ്തിറ ഫീ ഖൽബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞ വാക്കാണ്. പക്ഷേ ആ വാക്ക് ഈ പണ്ഡിതനോട് ഒരിക്കലും തന്നെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, വിശുദ്ധ ഖുർആനിന്റെ വാക്കൊക്കെ ജാമിയാണ്, എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹം പറയാണ്, എന്നോട് റസൂലുള്ളാഹി ഓതി തന്ന ഹദീസ് ഇതാണ്, അബൂബക്കർ നിങ്ങളെക്കാൾ ഉയർന്നത് കുറെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടുമല്ല, തന്റെ ഹൃദയം അല്ലാഹു പ്രത്യേകമായി മാനിച്ച ഹൃദയമാണ്, അല്ലാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു. ഉസ്താദിനോടിന്റെ അഭിപ്രായത്തോട് ഒരു ചെറിയ അകൽച്ച സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് റസൂൽ ഓതി കൊടുക്കുന്ന ഹദീസിന് എന്തർത്ഥം പറയുന്ന സഹോദരന്മാരെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയല്ല പറയുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്ത് സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞ ഹദീസാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹദീസ് മാത്രം റസൂൽ ഓതി കൊടുത്താൽ, അബൂബക്കർ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന അബൂബക്കർ ഉണ്ടല്ലോ, അത് നിങ്ങളെക്കാണൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ്. അവരോട് നിങ്ങൾ എതിരിന് നിൽക്കരുത് എന്നാണ് പറയുന്നത്. നോക്ക് സഹോദരന്മാരെ, നിങ്ങൾ പറയുന്നത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ ഹദീസ് ഇപ്പൊ ലളിതങ്ങൾ തിരിച്ച് മൂപ്പരാക്കി മാറ്റിയേക്കാണ്. ആ അബൂബക്കർ ഈ അബൂബക്കറാണ്. എവിടെ എത്തിച്ച വിഷയം അതിനൊന്നും നിർത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, അതിന്റെ മാത്രം അങ്ങനത്തെ പ്രസംഗങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇന്നത്തെ പരിപാടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രമാത്രം ഇദ്ദേഹത്തെ മഹത്വം ഞാൻ ഇതിൽ ഏറ്റവും ലാസ്റ്റ് പറയാം. പറഞ്ഞ പോലെ പൊക്കി എവിടെ എത്തിയിട്ട് വെച്ചാല് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യാണെങ്കിലും പഠിച്ച റബ്ബറിയാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇതിവര് പറഞ്ഞ് ഇദ്ദേഹത്തെ പൊക്കി പറഞ്ഞത് ഉസ്താദ് അറിയാതെ അല്ലാഹു തആലയോട് ഒന്നും ചെയ്യണം. തിരിച്ചാൽ പടച്ച റബ്ബിന് എന്ത് കാര്യം ചെയ്യണം, ബഹ്റൈനിൽ ചെയ്യണമെങ്കിലും നമ്മുടെ നാട്ടിൽ ലോകത്തെ സ്വർഗത്തിലാണ് നരകത്തിൽ എന്ത് കാര്യം ലോകത്ത് നടപ്പാക്കണമെങ്കിൽ കാന്തപുസ്താദായിട്ട് കൂടി ആലോചിച്ചിട്ടേ പടച്ചോണ്ടിയോട് തീരുമാനമെടുക്കുള്ളൂ. അത്തോതിന് അല്ലാതെ വീതം ആടാൻ വെച്ചിട്ട് നിങ്ങൾ നോക്കി പച്ചയായിട്ട് പറയുന്ന പ്രസംഗ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അല്ലാഹു തആല ഇവിടെ ഒന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യാൻ ഉസ്താദാണ് പരമാധികാരി. അല്ലാഹു കുറച്ച് താഴെ സുബ്ഹാനല്ലാഹ്. ഇങ്ങനത്തെ വാക്കൊക്കെ പറഞ്ഞ ഇസ്ലാമിക വൃത്തത്തിലാണ് സ്ഥാനം എന്താ? നിങ്ങൾ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ചു നോക്കി. നിങ്ങൾ അവിടെയൊക്കെ അറബി പണ്ഡിതന്മാരുണ്ടാവുമല്ലോ, മലയാളി ഗ്രൂപ്പൊന്നും നോക്കണ്ട, ആ ഇസ്ലാമിന്റെ ഉള്ളിലാ പുറത്താണ്. ഇമാതിരി പോലും പ്രചരണങ്ങൾ ഇയാളെ കുറിച്ച് പ്രസംഗിക്കാൻ മാത്രമല്ല, ഈ പ്രസംഗത്തിന് സിഡി ആരാ പ്രസിദ്ധീകരിക്കണമോ? മർക്കസ്. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വിതരണം ചെയ്യാൻ കാര്യങ്ങളായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഇദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുന്ന ലക്ഷ്യം എന്താണ്? ലക്ഷ്യം വളരെ പ്രകടമാണ്. ഇദ്ദേഹം ഒരു വലിയ മഹാനാണ്, അള്ളാന്റെ ഒപ്പത്തിനൊപ്പമുള്ളതാണ്, റസൂലിന്റെ ഒപ്പത്തിനൊപ്പമുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് മുടി കിട്ടാൻ കാരണം നേരിട്ട് മദീനയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വപ്നം കാണിച്ചു കൊടുത്തിട്ട് ആരംഭിക്കും. അവരോട് പറയാണ് ആ മുടി നിങ്ങൾ സൂക്ഷിക്കണ്ട. അത് സൂക്ഷിക്കാൻ അദ്ദേഹം യോഗ്യമായ ഒരാള് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ കേരളത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. കേരളത്തിൽ കോഴിക്കോടിനടുത്താണ് ജീവിച്ചിരിക്കുന്നത്. അത് കാരന്തൂരിലാണെങ്കിൽ പോയി കണ്ടുപിടിച്ച് ഷെയ്ഖ് അബൂബക്കർ എന്ന പേര് ഈ മുടി അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആമുഖം റസൂലുള്ളാഹിനെ സ്വന്തം സ്ഥാപിക്കാനാണ് അങ്ങനെ നടത്തി കൊടുക്കുന്നത്. അപ്പൊ സെനറ്റുകാരുടെ പ്രശ്നമാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആമുഖം എത്ര തന്ത്രപരമായിട്ടാണ് ഒരുക്കി വന്നിരിക്കുന്നത്. ഈ ഒരു ശ്രമമാണ് ഒന്നാമത്തെ ഘട്ടമായി. ഈ മുടി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇവർ തന്ത്രപരമായി ഇദ്ദേഹത്തെ പൊക്കി കൊണ്ടുവന്ന് റസൂലിന്റെ ഒപ്പത്തിന് അള്ളാന്റെ ഒപ്പത്തിനുള്ള ആളാക്കി അവരോധിച്ചത്.
മാത്രമല്ല ഈ പുകഴ്ത്തലിന്റെ ഭാഗമായി പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പറയുന്നത് പൊക്കി പൊക്കി പലകളിൽ ചില മൈനസായി പോകുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നില്ല. ഒന്ന് പറയാണ്, ഇവരൊരു സ്വന്തം ഒരാള് സ്വപ്നത്തിൽ കണ്ടു കാന്തപുഷ്പാദിനെ മക്കത്തിൽ നിന്ന് കേട്ടു. മക്കത്തിൽ നിന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ മക്കത്തില്ല, മൂപ്പർ മദീനത്ത് കെട്ടിയില്ല. അപ്പൊ മദീനത്ത് പോയി നോക്കി, മദീനത്തിൽ നോക്കുമ്പോൾ മദീനത്തിൽ, അപ്പൊ മക്കത്തിൽ തിരിച്ചു വരുന്നത്. പിന്നെ മക്കത്ത് തിരിച്ചു വന്ന് അന്വേഷിച്ച് നോക്കുമ്പോ എന്താ ഇത്ര വേഗം തിരിച്ചു വന്ന് പോണെന്ന് ചോദിച്ചു നോക്കുമ്പോ കാര്യം വളരെ പ്രകടമാണ്. ഉസ്താദിന്റെ ഏത് കാര്യങ്ങളും പിരിവിനാണ്. അപ്പൊ പിരിവ് വളരെ മോശമാണ് മക്കത്തും മദീനത്തും. അതുകൊണ്ട് നമ്മുടെ ഉംറയ്ക്കും റസൂലുള്ളാഹിന്റെ സിയാറത്തിനും മക്കത്തും മദീനത്തും അവിടെയും പിരിവാണ്. നമുക്ക് നിങ്ങൾ പണ്ട് കറാമത്തായി അവതരിപ്പിച്ച വരികൾക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാം. മഹാന് ഉസ്താദ് ഇജാബത്തുള്ള മനുഷ്യൻ, മനസ്സറിഞ്ഞ് കാരണം അപ്പം ഉത്തരം കിട്ടും, മനസ്സറിഞ്ഞ് മന്ത്രിച്ചാൽ അപ്പം ഫലം ഉണ്ടാവും. അങ്ങനത്തെ അനുഭവമേ ഉള്ളൂ. ആ നാവ് വലിയ ബർക്കത്തുള്ള നാവാണ്. കൂടുതൽ ദ്വാരക്കൊന്നും വേണ്ട. നമ്മളൊരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ദ്വാരക്കും. ഉസ്താദ് ചെറിയൊരു ദ്വാരേക്കാണ്, പക്ഷേ വലിയ ഇജാബത്താണ്. അതോർത്തുകൊണ്ട്, അത് അനുഭവമുള്ളവരെ നമ്മൾ അതോർത്തുകൊണ്ട് മക്കയിൽ നിന്ന് ദ്വാരപ്പിക്കണം എന്നുള്ളവർക്ക് ഉസ്താദിനെ തിരഞ്ഞെടുക്കുന്നപ്പോഴേക്കും പ്രവർത്തകർ പറഞ്ഞ് ഉസ്താദ് മദീനത്ത് പോയിക്കണം. അപ്പൊ എനിക്കൊന്ന് ഏതായാലും ഞാൻ മദീനത്ത് പോകണല്ലോ വിചാരിച്ച ഞാനും ഉംറക്ക് പോയതേ, ഞാൻ മദീനത്തിൽ പോയി. മദീനത്തിൽ ചെന്നപ്പോ റൂമൊക്കെ കിട്ടിയപ്പോ അന്ന് ഉസ്താദിനെ പറ്റി അന്വേഷിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം എസ്മൈസിന്റെ പ്രവർത്തകർ പറഞ്ഞ് ഉസ്താദ് പോയി മക്കത്തേക്ക് തന്നെ പോയി. സുബ്ഹാനല്ലാഹ്, ആകെ ടെൻഷനായി. മദീനയിൽ നിന്നും താഴ്ത്തിക്കാൻ പറ്റിയില്ല, മക്കത്ത് നിന്നും താഴ്ത്തിക്കാൻ പറ്റിയില്ല. അതൊരു വലിയ വിഷമല്ലേ. ഞാൻ എന്റെ അനുഭവം പറയട്ടെ. ഞാൻ അവിടുന്ന് മദീനത്തിൽ ടെൻഷനായി മദീന പള്ളിയിൽ രാവിലെ കിടക്കാൻ റമളാനിക്കാം. കിടക്കുമ്പോ ഉസ്താദ് ഇഹ്റാമിന്റെ വേഷം ഉസ്താദ് നമ്മുടെ എടുത്തിട്ടുണ്ടാവും. ഉസ്താദ് മദീന പള്ളിയിൽ ഇരിക്കും, ഞാൻ ഉസ്താദിന്റെ ഇരിക്കും. ഉസ്താദിനെ കൈ പിടിച്ചു മുത്തി. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദിന്റെ പെട്ടെന്ന് മദീനത്ത് മക്കത്തൊക്കെ മദീനത്തിൽ പെട്ടെന്ന് പോയി. ഉസ്താദ് പറഞ്ഞ് പിരിവൊക്കെ വളരെ മോശമാണ്. അഥവാ ഉസ്താദിന്റെ പോക്ക് മുഴുവൻ ദീനിനാണ്. ആ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ദീനിനാണ്. കിട്ടുന്ന കാശ് മുഴുവനും ദീനിനാണ്. എന്തും ദീനിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന മനുഷ്യൻ, വളരെ ജവാദായ മനുഷ്യൻ. ഉസ്താദിന്റെ ധർമ്മത്തിന്റെ സ്വഭാവം മിഥിലില്ലാത്ത രൂപത്തിലാണ്. എന്തൊരു ധർമ്മ സ്വഭാവമുള്ള മനുഷ്യനുള്ളത് മുഴുവൻ കൊടുക്കും, ഇല്ലാത്തത് കൊടുത്തു കൊടുക്കും. മക്കളുടെ ആഭരണം വിറ്റ് മർക്കസിന് ചെലവ് നടത്തിയിട്ടുണ്ട് ഉസ്താദ്. ആരാങ്ങനെ ചെയ്യുന്നവർ? കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവനും മക്കളുടെ സക്കാത്തുകൾ കൊടുക്കും. അനുഭവം ഉണ്ടാവും. ഒരു പേന പോക്കറ്റിൽ വന്ന സക്കാത്തുകൾ നോട്ടം അങ്ങട്ടാണ്. അത് ഒരു എടുത്തുണ്ടാവും. ഒരു പ്രശ്നവും ഒരു വെറുപ്പോ എന്തെങ്കിലും ഒരു മനസ്സിൽ എന്തെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. ഒരു ഷർട്ട് ഇട്ടാല് അപ്പോഴേക്കും ഒരു സക്കാത്തിക്ക് ചിന്തയാണ്. വർക്കത്തിന് വേണ്ടിയാണ്. ബർക്കത്തുള്ള തടിയാണ്, ബർക്കത്തുള്ള ശരീരമാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അപ്പോ ഉസ്താദ് പറഞ്ഞു പിരിവ് വളരെ മോശമാണ്. മറ്റൊന്ന് എന്നെ സംബന്ധിച്ച് ഇവിടൊക്കെ എന്തൊക്കെ കുപ്രചരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതും പ്രശ്നമാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോന്നതാണ് അറിയുന്നത്. ഇതിപ്പോ ഒരു സ്വപ്നം തന്നെയാണ്. പക്ഷേ ഞാൻ മക്കയിലേക്ക് 3 ദിവസം കഴിഞ്ഞ് മക്കത്ത് വന്നപ്പോ മക്കത്തെ പ്രവർത്തകരിൽപ്പെട്ട പലരും കണ്ട് ചോദിച്ചപ്പോ ഓരോട് വിഷയം പറഞ്ഞപ്പോ ഓര് പറഞ്ഞ വാക്കെന്താരോ, ഉസ്താദ് എന്താണോ വർക്കത്തിൽ എന്നോട് പറഞ്ഞ പദം അപ്പടിയാണ് എന്നോടൊരു പ്രവർത്തകൻ പറഞ്ഞത്. പിരിവ് വളരെ മോശം. അതിന്റെ പുറമെ പേരോട് ഉസ്താദിനെയും എ.ടി. ഉസ്താദിനെയും ഇവിടെ പ്രധാനപ്പെട്ട പള്ളികളിൽ കുബൂരികളായി ഇവിടെ ശിർക്ക് പ്രചരണത്തിൽ എത്തിയിട്ടുണ്ട്. അവരെ പിടികൂടണമെന്ന് പല ഖുതുബകളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കുപ്രചരണങ്ങൾ ഉണ്ടായതുകൊണ്ട് ഉസ്താദ് പെട്ടെന്ന് പോയതാണ്. ഉസ്താദ് വന്ന് പറഞ്ഞതും അതേ രൂപത്തിൽ. ഈ കറാമത്ത് വിശദീകരിക്കുന്നതിനിടയിൽ ഉസ്താദിന്റെ സത്യം ഒരു തുറന്നു പറയാം. ഉസ്താദിന്റെ ആകെ ജീവിതം പിരിവിനാണ്. മക്കത്തേക്ക് പോണത് പിരിവിനാണ്. മദീനത്തേക്ക് നമ്മളിപ്പോ ഉംറക്കാൻ പോണത്, നമ്മൾക്ക് മദീനത്തേക്ക് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സിയാത്തിയാനാ മൂപ്പര അവിടെ പിരിവ് ഗുണമില്ലാണ്ട് മൂപ്പര് മുങ്ങി. നമ്മൾ മക്കത്ത് മദീനത്ത് പരമാവധി സമയം കിട്ടുമെന്ന് നോക്കാം. ഇത് തന്നെ ഇവരുടെ ബേസിക് പ്രശ്നം പിരിവാണ്, പൈസ സംഘടിപ്പിക്കലാണ്. നിങ്ങൾക്കറിയാവുന്ന ബഹറിനാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആളുകൾ സത്യത്തിൽ കേരളത്തിൽ ഇവരെ അപേക്ഷിച്ച് 95% ഇവ നടനെ കൂടുതൽ, ഇവർ 2-3% ഉള്ളൂ. പക്ഷെ അവരുടെ പിരിവുകാരും നമ്മുടെ പിരിവുകാരും തപ്പിച്ചു നോക്കിയ അനുഭവം ഉണ്ടാവുമല്ലോ. ഇവരുടെ ടീമുകൾ പോകുമ്പോഴേക്ക് അടുത്ത ടീമുകൾ എത്തും. വ്യവസ്ഥാപിതമായ പിരിവിന്റെ ശൃംഖലകളാണ്. നമുക്കിങ്ങനെ വളരെ സ്പെഷ്യൽ കേസ് എന്തെങ്കിലും വന്നാൽ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ വരും, പിരിക്കും, ആ കറക്റ്റ് സംഖ്യ പോകുമെന്നല്ലാതെ
പിരിവ് വ്യവസായമല്ലോ. നമ്മുടെ സൗദിയിൽ നിന്ന് UAE ഒക്കെ ആളുകൾ പറയും, എന്താ നമ്മുടെ ആൾക്കാർ പിരിവ് വരാത്ത, നമ്മുടെ ആൾക്കാർ അവരാണ് വരുന്നത്, എപ്പോൾ നമ്മളെ കാശ് കൊടുക്കേണ്ടി വരാന്ന് ഉസ്താദ്മാർ നമ്മുടെ ആൾക്കാർ വരണല്ലോ. കാരണം നമ്മൾ വെറുതെ പോയിട്ടിരിക്കേ. ഇതൊക്കെ പിരിവ് ബിസിനസ്സാണ്. ഇനി കേരളയാത്ര കൊട്ടിഘോഷിച്ച് പരിപാടി നടത്തുന്നുണ്ട്, അതും പിരിവിനാണ്. ഓരോ യൂണിറ്റിൽ നിന്നും ഇവർ പറയാണ്, ഇവരെ ഹരീഫ് ബുഖാർ എന്ന വലിയ ലീഡർ പറയാ, നിർബന്ധമായിട്ടും 5000 രൂപ തൊട്ട് 50,000 വരെ, 5000 ചുരുങ്ങാൻ പാടില്ല, 50,000 കൂടിയ കുഴപ്പമില്ല, എല്ലാ ശാഖയിലും ഈ പിരിവുകളെ ഏൽപ്പിക്കണം. ഈ യാത്രയിൽ നമുക്ക് ഈ നല്ല പിരിവ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട്, നോക്കുന്ന പറയണ അതിലും പിരിവാണ്. ഈ സമ്മേളനം അവസാനിക്കലോടുകൂടെ ഈ കേരള യാത്ര നിന്നുപോകാതെ എന്നെന്നും സ്മരിക്കുന്നതിന്, ഓർക്കുന്നതിന് നമ്മുടെ തലസ്ഥാനത്ത് നമ്മുടെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും എല്ലാ 500ഓളം വരുന്ന IAS ഉദ്യോഗസ്ഥന്മാർ, എല്ലാ ഉന്നത ഭരണാധികാരികളും നിൽക്കുന്ന തിരുവനന്തപുരത്ത് നമ്മുടെ വളരെ വിപുലമായ, വളരെ ബൃഹത്തായ ഒരു ആസ്ഥാന മന്ദിരം ഈ കേരള യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് നിർമ്മിക്കേണ്ടത് കേരള യാത്രയുടെ ഭാഗമായി ഓരോ യൂണിറ്റുകളിൽ നിന്നും 5000-ൽ കുറയാത്ത ഫീസുകൾ, ഉപഹാരങ്ങൾ നൽകി 50,000-ഓ അതിലേറെയോ ഒരു കാരണവശാലും 5000-ൽ കുറയാത്ത ഒരു വലിയ സംഖ്യ ഉപഹാരമായി നൽകി തിരുവനന്തപുരത്ത് ഇതിന്റെ സ്മാരകമായി നമ്മുടെ പ്രവർത്തകർക്ക്, നമ്മുടെ നേതാക്കൾക്ക് എന്താവശ്യത്തിന് തിരുവനന്തപുരത്ത് പോകുമ്പോഴും അവർക്കെല്ലാ സൗകര്യങ്ങളും അടങ്ങിയ, അവർക്ക് എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റാവുന്ന വിധത്തിൽ വിപുലമായ ഒരാസ്ഥാനമാണ് തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റിയ ഒരു മന്ദിരം ഉണ്ടാക്കി, അതിനും പിരിവാണ്. പടച്ചോനെ എത്ര പിരിവാണ് ഇവർ നടത്തിയത്. പള്ളിക്ക് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കോടികൾ പിരിച്ചിട്ടുണ്ട്. എവിടെ പള്ളി? തറക്കല്ലിടുന്നതാണ്. തറക്കല്ലിന്റെ തറക്കല്ല് നിലത്താണ്, അന്തരീക്ഷത്തിലാണ്, ഭൂമിക്കൊന്നും ചെയ്തിട്ടില്ല. ആ കോടികൾ കൊണ്ട് ബിസിനസ് നടത്താണ്. ബോംബിച്ച കോടികളുടെ കോടി സംഘടന എടുത്താൽ തിരക്കുള്ള സംഘടനക്കാര് നേട്ടം. ഇത് ഇവരെ ഒരു സംഘടനയുടെ കൈകാര്യം മാപ്പോ എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, AP മകൻ അബ്ദുൽ ഹക്കീം, പിന്നെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല, കുറഞ്ഞ ആലോചിച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കിക്കണം. ആ കമ്പനിയാണ് ഈ പള്ളിക്കുള്ള ഷെയർ വിളിച്ചത്. ആ കമ്പനിയാണ് ബിസിനസ്സിലുള്ള ഷെയർ ടൗൺഷിപ്പിൽ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിരിവോട് പിരിവ്. എത്ര പിരിവ്, എത്ര കാലയളവിൽ നടത്തിയ ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓർമ്മയാണ്, ഈ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവർ തുടങ്ങിയ പിരിവാണ് അൽക്കമാൽ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്. അപൂർവ ആളുകളിൽ കാശ് കൊടുത്ത ആൾക്കാർ കൊടുത്തിട്ടുണ്ടാവും. അവർ പറഞ്ഞു, നമ്മുടെ സുന്നികൾക്ക് നല്ലൊരു ഓഫ്സെറ്റ് പ്രസ്, കാരണം ഓഫ്സെറ്റ് പ്രസ്സാണ് വലിയ കാര്യമാണ്. നമുക്ക് ഒരുപാട് കലണ്ടർ അടിക്കാണ്ട്, ഒരുപാട് മാഗസിൻ അടിക്കാണ്ട്, ഒരുപാട് സുന്നികളെ പ്രസിദ്ധീകരണം പ്രിന്റ് ചെയ്യാണ്ട്, ഇതെല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രിന്റിംഗ് പ്രസ് നമുക്ക് കോഴിക്കോട് സ്ഥാപിക്കണം എന്നാണ്. അക്കാലത്ത് 500 രൂപ 1000 രൂപയുടെ ഷെയറുകൾ എത്ര മൂവാണ്ടികൾക്ക് വാങ്ങി, എത്ര മുതലിസുമാരെന്ന് വാങ്ങി, എത്ര ആയിരക്കണക്കിന് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് വാങ്ങി. എവിടെ അൽക്കമാൽ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്? എവിടെ ആ പൈസ തിരിച്ചു കൊടുത്തു? ഒരാൾക്ക് തിരിച്ചു കിട്ടിയോ? ധാരാളം ആളുകൾ തിരിച്ചു കിട്ടാത്ത ആളുകൾ നമുക്കറിയാമല്ലോ, മുങ്ങി. പിന്നെ വന്നു അമാനത്ത്, ട്രസ്റ്റ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഹലാലായ സമ്പാദ്യം, പരസ്യ പ്രസിദ്ധീകരണം. എത്ര ആളുകളാണ് ഈ റിയൽ എസ്റ്റേറ്റിന് ഷെയർ കൊടുത്തത്? അമാനത്ത് ട്രസ്റ്റ് കൊടുത്തു. പിന്നെ വന്നു അടുത്ത ഘട്ടം ആട് മാഞ്ചിയം പദ്ധതി. ആട് തേക്ക് മാഞ്ചിയം. ഒരു തേക്ക് ഇപ്പൊ നട്ടാൽ ചെറിയ പൈസ കൊടുത്താൽ മതി, അത് 15 കൊല്ലം കഴിഞ്ഞാൽ ആ തേക്ക് മുറിച്ച് വമ്പിച്ച ലക്ഷങ്ങളായി മാറും. ഒരാടിന്റെ ഷെയർ 1500 രൂപ തന്നാൽ മതി. ആടിന് 4 കുട്ടി ഉണ്ടാവും, പിന്നെ 4 കുട്ടികൾക്ക് 14 കുട്ടികൾ 16 ആണാവും, പിന്നെ ആ 16 കുട്ടികൾ ഇങ്ങനെ ആക്കിയിട്ട് പെരുപ്പിച്ച് കാണിച്ച് 10 കൊല്ലം കഴിഞ്ഞാൽ ഇത്ര സംഖ്യയായി വളർന്നു. എത്ര ആളെ ഷെയർ ആണ്? ബഹ്റൈനിൽ കൂടി ആട് തേക്ക് മന്തി എത്ര ഷെയർ വാങ്ങി ഇവിടെ വന്ന് പറയാൻ സാധിച്ചു. മുങ്ങി. പിന്നെ ക്രസന്റ് സിമന്റ് കമ്പനി എന്ന് പറയുന്നത് വലിയ വലിയ പദ്ധതികളാണ്. പാലക്കാട് ക്രസന്റ് സിമന്റ് കമ്പനിക്ക് ലക്ഷങ്ങളാ ഷെയർ വാങ്ങി. എവിടെ സിമന്റ് കമ്പനി? മുങ്ങി. ഇതൊക്കെ ഇവിടെ ടോപ്പ് ലീഡർമാരെ നേതൃത്വം കൊടുക്കുന്ന സംഘടനാ നേതാക്കന്മാർ. പൊന്മൺ അബ്ദുൽ ഖാദർ മുസ്ലിയാരാ,
കസന്ത് സിമന്റ് കമ്പനിക്ക് നേതൃത്വം കൊടുത്തത്. പിന്നെ ഒന്ന് കമാലിയ മെഡിക്കൽ കോളേജ്, അതിന് 50 ലക്ഷം ഷെയർ, ഒരു ഷെയർ 50 ലക്ഷം ഷെയർ വാഗ്ദാനം ചെയ്യപ്പെട്ട വാഗ്ദാനമോ 50 ലക്ഷം ഷെയർ നടത്തിയ ആൾക്ക് MBBS ഒരു സീറ്റ് ഓരോ കൊല്ലവും തരും. മുതലായില്ലേ? MBBS ഒരു സീറ്റ് ഫ്രീ, ഷെയർ ലാഭത്തെ പിന്നെ പുറത്ത്. ഒരു സീറ്റ് അടുത്ത കൊല്ലത്തിന് എനിക്ക് കിട്ടും. ഒരു സീറ്റ് വിറ്റാൽ തന്നെ കിട്ടും 40 ലക്ഷം 50 ലക്ഷം. ഒരു കൊല്ലം കൊണ്ട് മുതലായി. പിന്നത്തെ കൊല്ലം 50 ലക്ഷം 50 ലക്ഷം ഒക്കെ സീറ്റിന്റെ ബേസിൽ. പിന്നെ മുടക്ക് മുതൽ ലാഭം വേറെ കൊടുത്തില്ലേ, ആൾക്കാർ കാശ് മുങ്ങി. ചില്ലറ കാര്യങ്ങളല്ല. കുറ്റിപ്പുറം അബ്ദുന്നൂർ കാന്തപുരത്തിന്റെ ബിനാമി. കാന്തപുരം കുറ്റിപ്പുറത്ത് വന്നാൽ കാന്തപുരത്തിന്റെ കാർഡ് വെച്ച് അബ്ദുന്നൂറിന്റെ കാർഡെടുത്താണ് കാന്തപുരത്തിന്റെ യാത്ര പോകാറുള്ളത്. ഈ അബ്ദുന്നൂർ മുങ്ങുന്നതിന്റെ തൊട്ട് താഴെ തലേ ദിവസം പോലും കാന്തപുരം അബ്ദുന്നൂറിന്റെ വീട്ടിൽ വന്നിരുന്നു എന്നത് അനുഭവ സത്യമാണ്. അതിന്റെ CD ക്ലിപ്പുകൾ പോലും നമ്മുടെ കൈവശം ലഭ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം കാന്തപുരം പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന, കാന്തപുരത്തിന്റെ സ്ഥാപനങ്ങളുടെ മേധാവിയായി നടത്തിയിരുന്ന കാന്തപുരത്തിന്റെ പിൻബലത്തിൽ അബ്ദുന്നൂർ മുസ്ലിയാർ എത്ര കോടികളാണ് തട്ടിയത്. അബ്ദുന്നൂറിന് കാശ് കൊടുത്ത എത്ര ആളുകൾ, പക്ഷെ ഇവിടെ ധാരാളം ആളുകൾ ഉണ്ടാവും. കണക്കെടുപ്പ് അനുസരിച്ച് 200 കോടിയിൽ പരമാവധി തട്ടിയ കെട്ടിയ കണക്ക് കിട്ടാൻ പോലീസിന് കിട്ടാൻ കണക്ക് പുറത്തുണ്ടാവും. എന്താ ഇത്രമാത്രം കാശ് ഷെയർ ബിസിനസ്സിന് കൊടുക്കാൻ കാരണം? ഇയാളുടെ ബിസിനസിന്റെ പ്രത്യേകത, 1 ലക്ഷം രൂപ ബിസിനസ്സിന് കൊടുത്താൽ മാസം 5000 രൂപ ലാഭം ഉറപ്പ് എഗ്രിമെന്റ് എഴുതി കൊടുക്കണം. ബാങ്കിൽ പലിശ കൊടുത്താൽ 1200 രൂപ എടുക്കും. ഇത് ഇയാളുടെ ബിസിനസ്സിൽ നിന്ന് കൊടുത്താൽ 5000 ഉറപ്പ് ലാഭം, ബാക്കി പിന്നെ ബാക്കി. ആൾക്കാർ മുടക്കാൻ തുടങ്ങിയില്ലേ ഇഷ്ടം പോലെ, 10,000 ലക്ഷങ്ങൾ കോടികൾ. ഒരു പള്ളിക്ക് ഒരു അറബി 50 ലക്ഷം കൊടുത്താൽ പള്ളിപ്പണികൾ നടക്കലുള്ളൂ. തൽക്കാലം 50 ലക്ഷം അബ്ദുള്ളോട് കൊണ്ട് കൊടുക്കുക. എത്ര ലാഭം നമുക്ക് മാസം മാസം കിട്ടാവുന്നത്? ആളുകൾ ഒഴുകി കാന്തപുരത്തിന്റെ ഈ വിഭാഗത്തിന്റെ ഈ ഇൻവെസ്റ്റ്മെന്റിൽ പൈസ നിക്ഷേപിച്ചു. അബ്ദുള്ളൂർ മുങ്ങി. ഇപ്പൊ സുഖലോലുപനായി പുറത്താണ് ജീവിക്കാൻ. ആളുകൾ എത്ര ആളുകളാണ് വയ്യാത്തതായത്. ഈ തരത്തിൽ നിരന്തരം ബിസിനസ് തട്ടിപ്പുകൾ നടത്തി പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന, ഇതൊക്കെ ആത്മീയത മറയാക്കിയാണ്. ആ തട്ടിപ്പിന്റെ അവസാനത്തെ രൂപമാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു വെച്ചുകൊണ്ടുള്ള തങ്ങളുടെ മുടിയാണ്. ഈ മുടി വിട്ട വെള്ളത്തിന് പറക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മുടി സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ നാടുകളിൽ നിന്ന് നടന്ന് ഷഹറെ മുബാറക് മസ്ജിദ് സ്ഥാപിക്കാൻ പൈസ വേണം നടത്താൻ കാശ് വെച്ചത്. ഷഹറെ മുബാറക് മസ്ജിദ്, ഷഹറെ മുബാറക്ക് അനുഗ്രഹീതമായ മുടി വെക്കാനുള്ള പള്ളി എന്നല്ല അർത്ഥം. റസൂലിനെ മുടി വെക്കാനുള്ള പള്ളി. പഠിച്ചോനെ അങ്ങനെ ഒരു പള്ളിക്ക് കോടാനുകോടി സംഖ്യ പിടിച്ചിട്ട് ആ പള്ളിന്റെ സ്ഥലമേറി എന്ന് പോലും ഇന്ന് വരെ നിർണയിക്കാതെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി കേവലം അന്തരീക്ഷത്തിൽ മാത്രം ഒരു ശിലാസ്ഥാപനം നടത്തിയ കാന്തപുരം, അവിടെ ചിന്തിക്കേണ്ട ഒരു ഗൗരവമുള്ള കേസുണ്ട്. കാന്തപുരത്തിന്റെ ഈ മുടി വ്യാജമാണെന്ന് നമ്മളെക്കാൾ കൂടുതൽ കാന്തപുരത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും കാന്തപുരത്തിന്റെ ഒരു സംഘടനയും ഒരു ഘടകവും ഈ മുടിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാന്തപുരത്തിന് സമാന്തര സമസ്ത ഉണ്ട്. ആ സമസ്ത ഇതുവരെ ഈ മുടി ശരിവെച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. കാന്തപുരത്തിന് യുവജന സംഘടനയുണ്ട്. ആ യുവജന സംഘടന ഇതുവരെ ഈ മുടി ശരിവെച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടില്ല. കാന്തപുരത്തിന് വിദ്യാർത്ഥി സംഘടനയുണ്ട്. ആ വിദ്യാർത്ഥി സംഘടന ഇതുവരെ മുടി ശരിവെച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടില്ല. കാന്തപുരത്തിന് ജമിയത്തുൽ മുഅല്ലിമീനുണ്ട്. ആ മുഅല്ലിമീങ്ങളുടെ സംഘടന ഇതുവരെ ശരിവെച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടില്ല. മാത്രമല്ല കാന്തപുരത്തിന്റെ പക്ഷത്തു നിന്ന് പേരോട് എന്ന് പറഞ്ഞ ഒരാളല്ലാതെ ഒരു അംഗീകൃത പണ്ഡിതൻ, ഒരു മേധാവി, മൂന്നാമത്തെ ഒരാളുകൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഗൗരവമുള്ള കേസല്ലേ? എന്നാൽ പിന്നെ പരസ്യമായി എതിർക്കാത്തവരോട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ അവർ പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനക്ക് പോകേണ്ടതിന്റെ പ്രശ്നം ഉണ്ടാക്കാത്തത്, പക്ഷെ ഈ മുടി അംഗീകരിക്കൂല, ഈ മുടി അംഗീകരിക്കൂല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ ന്യായീകരിച്ച് സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടില്ലല്ലോ. ഇന്ന് പ്രസംഗിച്ച CD അല്ലെങ്കിൽ നെറ്റിൽ കാണുമ്പോൾ എങ്ങനെ ഒരാളെ പ്രസംഗം കാണിച്ചു? നമ്മുടെ എല്ലാ ആളുകളും പ്രസംഗിച്ച CD ലഭ്യ നെറ്റിൽ നിന്ന് കാണാൻ സാധിക്കും. പക്ഷെ കാന്തപുരം വിഭാഗത്തിൽ നിന്ന് ഒരാളും പുറത്തുനിന്ന് ആളെ അനുഭവിച്ച് പ്രസംഗിക്കുന്നില്ലല്ലോ. ഈ മുടിപ്പള്ളിക്ക് തറക്കല്ലിടുമ്പോ തറക്കല്ല് കാന്തപുരത്തിന് അനിവാര്യമാണ്. കാരണം കുറെ കാലം കോടികൾ പിരിച്ചിട്ട് തറക്കല്ലിടുന്ന പരിപാടികൾ നടത്തിയതേക്ക് ആൾക്കാർക്ക് സംശയം വരും. മാത്രം അടുത്ത പിരിവ് നടത്തുമാണ് കാസർഗോഡ് തിരുവനന്തപുരം പുതിയ പിരിവ്. അപ്പൊ അതിൽ തുടക്കം കുറിച്ച് വരുത്താൻ വേണ്ടി തറക്കല്ലിടാൻ പറ്റും. തറക്കല്ലിടാൻ നോക്കുമ്പോ ഒരൊറ്റ നേതാവും വരില്ല എന്ന് വാശി പറ്റും.
ഉള്ളാത്ത ഇന്നെ കിട്ടൂല അമ്മതിന് വിളിക്കുകയാണ്. അതേ പറയുന്നത് എന്നോട് ആ മുടിനെ കുറിച്ച് ചോദിക്കണ്ട, ഞാൻ ആ മുടി കണ്ടിട്ടില്ല, അതിന്റെ വെള്ളം കുടിച്ചിട്ടില്ല, നേരിനോട് പോയി ചോദിച്ചുകൊണ്ടാ നമസ്കാരമാണ്. കൊല്ലം നമസ്കാരം മുമ്പോ ഞാനും ശിഷ്യന്മാരും തൽക്കാലം അതിലില്ല, ഒക്കെ മാറില്ല. ഖലീൽ ബുഖാരി പുറത്താണ്. ലാസ്റ്റ് തറക്കല്ലുടെ കർമ്മത്തിൽ ആരുമില്ലെങ്കിൽ ജനം തെറ്റിദ്ധരിപ്പിക്കുന്നു മനസ്സിലാക്കിയപ്പോ അവരോട് കാന്തപുരം കേരള അപേക്ഷിച്ച് ഉള്ളിൽ ശിലാസ്ഥാപനത്തിൽ വരണം. അവർ ഷാറ മുബാറക്ക് മസ്ജിദ് ശിലാസ്ഥാപനം ഞങ്ങൾ വരില്ല, കാരണം ഷാറ മുബാറക്കല്ല. റസൂലുള്ളാഹിന്റെ അനുഗ്രഹീതമായ മുടി എന്ന പള്ളി സ്ഥാപിക്കാൻ അത് തറക്കല്ലിടാൻ ഞങ്ങൾ വരാൻ തെറ്റല്ലത്, അതും വരാൻ കിട്ടില്ല. ലാസ്റ്റ് കാന്തപുരം പള്ളിയുടെ പേര് മാറ്റി ഷഹറ മുബാറക്ക് മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് 42 കോടിയിൽ പരം രൂപ പാവപ്പെട്ട ജനസമൂഹത്തിൽ പിരിച്ചെടുത്ത് ആ പള്ളി സ്ഥാപിക്കാൻ വേണ്ടി പണത്തിൽ നടത്തിയ കാന്തപുരം ഇന്ന് പള്ളിയുടെ പേര് മാറ്റി ഇവരെ പങ്കെടുപ്പിക്കാൻ മസ്ജിദുൽ ആസാർ എന്ന പേരാണ് പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തിയത്. പുരാവസ്തു സൂക്ഷിക്കുന്ന പള്ളി. പുരാവസ്തുക്കൾ എന്നാണെങ്കിൽ ലളിതങ്ങൾ കൂടി ഒന്നും ആകണ്ട, കാന്തപുരത്തിന്റെ വല്യാപ്പാന്റെ കാലത്തിൽ എന്തെങ്കിലും സാധനം വെച്ചാലും എന്തായി, അത് പുരാവസ്തുവായി. എങ്കിലും ആധാരാവും നോക്കി നമ്മൾ ഈ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടി നിങ്ങളെ കയ്യിൽ കാശ് വെച്ചാൽ അതിനെ ചെലവാക്കാൻ പറ്റുള്ളൂ, വേറെ കാലം ചെലവാക്കാൻ പറ്റൂല. ഷാറു മുബാറക്ക് മസ്ജിദ് സ്ഥാപിക്കാൻ, ഷാറു റസൂലുള്ളാഹിനെ മുടിവെക്കാൻ പള്ളി സ്ഥാപിക്കാൻ എന്ന് പറയുന്നത് പിരിവെടുത്താൽ ആ 42 കോടി തങ്ങളുടെ മുടിവെക്കാനുള്ള പള്ളിക്ക് ഹലാലാവുള്ളൂ. പുരാവസ്തുക്കൾ സൂക്ഷിക്കാനുള്ള പള്ളിക്ക് ഹലാലല്ല, ഹറാമാണ് ചെയ്യുന്നത്. ഏത് വിധത്തിലാണ് പല പണ്ഡിതന്മാർക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? ഷാറു മുബാറക്ക് മസ്ജിദ് വഴി പിരിച്ചെടുത്ത കോടികൾ മസ്ജിദുൽ അസ്ഹർ പുരാവസ്തു പള്ളി സ്ഥാപിക്കാൻ വേണ്ടി എങ്ങനെ ചെലവഴിക്കും? മതപരമായ ഫത്വയുണ്ട്, മതപരമായി ന്യായീകരിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, കടുത്ത അപരാധമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, ഞാൻ സാന്ദർഭികമായി വിശദീകരിച്ചു എന്ന് മാത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന്, കാന്തപുരത്തിന്റെ കൈവശം വരാൻ പോകുന്ന മുടി അത് ഒറിജിനലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കാന്തപുരം എടുത്ത ഒന്നാമത്തെ വിദ്യയായിരുന്നു കാന്തപുരം റസൂലുള്ളാഹിന്റെ സ്വന്തമാണ് സ്ഥാപിക്കാനുള്ള കാസറ്റുകളും സീഡികളും വയ്ക്കുക, എന്നിട്ട് തങ്ങൾ നേരിട്ട് സ്വപ്നം കാണിച്ചു കൊടുത്തിട്ടായി മുടി കിട്ടിയത് സ്ഥാപിക്കുക. അങ്ങനെയാണ് ചെയ്തു, പ്രസംഗിച്ചു. ഈ മുടി കൈമാറ്റ ചടങ്ങ് പറഞ്ഞു ഇത് റസൂലുള്ളാഹി നേരിട്ട് സ്വപ്നം കാണിച്ചു കൊണ്ടുവന്ന മുടിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ വഴി, ഈ മുടി ഇസ്ലാമിക ലോകത്ത് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ ഒരു മാനദണ്ഡം, മുടി മാത്രമല്ല റസൂലുള്ളാഹിന്റെ സാധനമാണ് ഒരാൾ ഇന്ന് കൊണ്ടുവന്നാൽ നമുക്കത് അംഗീകരിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അതിൽ പ്രധാന സനദന്നെ. സനദ് എന്ന കൈമാറ്റ പരമ്പര. കൈമാറ്റ പരമ്പര എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുടി ഏത് സ്വഹാബിക്ക് കൊടുത്തു, ആ സ്വഹാബി പിന്നെ ആർക്ക് കൊടുത്തു, അദ്ദേഹം പിന്നെ ആർക്ക് കൈമാറി, അങ്ങനെ കൈമാറി 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 അവസാനം കാന്തപുരം വരെ എത്തുന്ന ആ പരമ്പര, കൈമാറ്റ ശൃംഖല, നാമ പരമ്പര കിട്ടണം. കിട്ടിയാലും സ്വീകരിക്കുന്നില്ല. ഇസ്ലാമിക ലോകത്തെ കടമ ആ പരമ്പര പരിശോധിക്കാനാണ് പറയുന്നത്. ഈ പരമ്പരയിൽപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ മുടിയുണ്ടായിരുന്നു ചരിത്രത്തിൽ പറയുന്നുണ്ടോ പരിശോധിക്കണം. ഇവർ സത്യസന്ധരാണോ ഈ പരമ്പരയിൽപ്പെട്ട ആൾ പരിശോധിച്ചാൽ പരമ്പര വളർന്നത് ശ്രദ്ധ വളർന്നത് എല്ലാം ഓക്കെയാണെങ്കിൽ ശരി, മുടി ഓക്കെയാണ് പറയും. ഇല്ലേ, നമ്മൾ മാറ്റി വെക്കും. ഇസ്ലാമിക ലോക നിയമമാണ് ഇസ്ലാം. ദീൻ എന്ന് പറഞ്ഞാൽ ഈ ദീനിൽ സ്ഥിരപ്പെടണമെങ്കിൽ കൃത്യമായി സനദ് വേണം, കൈമാറ്റ പരമ്പര വേണം. ദീനിന്റെ അടിസ്ഥാന ഘടകമാണ് ഈ പരമ്പര, സനദ്. ലൗൽ ഇസ്ലാമു ലശഅല മൻ ശഅ മാ ശഅ. സ്വഹീഹ് മുസ്ലിമിൽ പറയുന്നു, ഈ സനദ് വേണമെന്ന നിയമമില്ലായിരുന്നുവെങ്കിൽ ഉദ്ദേശിച്ച ആളുകൾക്ക് ഉദ്ദേശമൊക്കെ തോന്നിയതുപോലെ പറയാൻ സാധിക്കുമായിരുന്നല്ലോ എന്ന് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണുന്നു. ശരിയാണല്ലോ, സനദ് വേണ്ടാച്ചാല് ഇന്ന് കാന്തപുരം കൊണ്ടുവന്ന മുടി ആ ശരി റസൂലുള്ളാഹിന്റെ മുടിയാണ് സ്വീകരിച്ചു. നാളെ ഖലീൽ ബുഖാരി കൊണ്ടുവരുന്നത് ഇവിടെ 3 മുടിയാണെങ്കിൽ 6 മുടി കൊണ്ടു ഖലീൽ ബുഖാരി. മൂപ്പരെക്കാളും മത്സരിച്ചുകൊണ്ടിരിക്കുക അപ്പുറത്തിരിക്കാണ്. ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ് മൂപ്പരുമായി. അപ്പോഴേക്ക് വേഗമല്ലേ ഇവിടെ കുറ്റിയാടി കുറച്ച് കുറവായിട്ട് അവിടെ 9 മുടി ഉണ്ടാവും മൂപ്പര് കൊണ്ടുവരും. ഇത് സനദ് വേണ്ടെന്ന് വെച്ചാൽ ആരും ഇഷ്ടംപോലെ കൊണ്ടുവരല്ലേ. ഇസ്ലാമിന്റെ നിയമമാണ് സനദ് വേണം. അപ്പൊ ഈ സനദ് വേണമെന്നുള്ള വിഷയം കാന്തപുരത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ കാന്തപുരത്തിന് ഈ അറബി മർക്കസിന്റെ സമ്മേളനത്തിൽ വെച്ച് മുടി കൈമാറുന്ന ഘട്ടത്തിൽ സ്വപ്നത്തിൽ തങ്ങൾ അറിയിച്ചോട് നിർത്തിയില്ല. പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടണമെങ്കിൽ സനദ് വേണം. കൃത്യമായ സനദ് വായിക്കും. എന്താണ് ആ സനദിന്റെ ഭംഗി? അറബികളുടെ വായിക്കുന്നത് ഹാദാ സനദും മിന്നി, ഇത് ഞരിൽ നിന്നുള്ള സനദാണ്, പരമ്പരയാണെന്ന് പറഞ്ഞാൽ ഈ തന്ന അറബിന്റെ ഉപ്പാന്റെ ഉപ്പ അങ്ങനെ പോയി 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 സ്വഹാബി വരെ എത്തുന്ന ഒരു പരമ്പര വായിച്ചു. നമ്മുടെ അബ്ദായി പോയി അന്വേഷിച്ചു. ഇയാളെ അടുത്ത ആളുകളോട് അവിടുത്തെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഈ അറബിന്റെ വാപ്പാക്ക്
ഉപ്പാക്ക് അവരെ പരമ്പരയിൽപ്പെട്ട 7 ആളെ പേര് അറിയുള്ളൂ. മകനെങ്ങനെയാണ് ഈ 22, 26 ആൾക്കാരെ പേരിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അവിടുത്തെ ആൾക്കാർ വന്നത്? വാപ്പാന്റെ കാലത്ത് ഈ പരമ്പരയിൽപ്പെട്ട 7 ആളെ പേര് അറിയുള്ളൂ. ഏതായാലും കൃത്യമായി ഈ വഴിക്ക് ഈ പരമ്പര വഴിക്കാണ് മുടി കിട്ടിയതെന്ന് സ്വഹാബി വരെ മുട്ടുന്ന ആ പരമ്പര കൃത്യമായി അറബിയോടെ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേൾപ്പിട്ട് പേരോടൊരു കമന്റ്, ഇതാ മുടിയുടെ സനത് ടെലഫോണിൽ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് പ്രകോപിച്ച ആളുകൾക്ക് വേണ്ടിയില്ല, പരസ്യമായി മുടിന്റെ കൈമാറ്റ പരമ്പര സനതോടെ വായിച്ചു കേൾപ്പിച്ചാണ് മുടി കൈമാറുന്നത്. അല്ലാഹു കാന്തപുരത്തിന്റെ വക അതേ സമയത്ത് പ്രസംഗം, ഇതാ ഈ മുടി സനത്തിന്റെ മുടി സ്ഥിരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇതാ മുടിയുടെ സനത് പരസ്യമായി നമുക്ക് തന്ന അറബി, ആ പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, മശായിഖ്മാർ സ്വഹാബിയിൽ മുട്ടുന്ന പരമ്പര വായിച്ചു കേൾപ്പിച്ചു കാന്തപുരം പറഞ്ഞു. മാത്രല്ല പിന്നീട് കാന്തപുരത്തിന്റെ മരുമകൻ ആ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ പുതിയാപ്പള സി മുഹമ്മദ് ഫൈസി ഇതേ ആശയം പറഞ്ഞു. മുടി കൈമാറ്റ പരമ്പര നിങ്ങൾ കേട്ടതാണ്, പിതാവ് അറബി, പിതാവ്, പിതാവിന്റെ പിതാവ്, അതാണ് എന്റെ പരമ്പര. നോക്കുന്നു അദ്ദേഹത്തിന്റെ മരുമകൻ പോലും സത്യം പറയുന്നത്. അതാണ് മുടിയുടെ സനതി എന്ന് നിലനിർത്തുക. ഈ തിരുകേശം അത് വ്യക്തമായി അതിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഉസ്താദ്, കാന്തപുരം ഉസ്താദ് വരെ ആരിൽ നിന്ന് പിന്നീട് ആരിൽ നിന്ന് ആ പരമ്പരയോടുകൂടി അതിന്റെ എല്ലാ റെക്കോർഡും ഉള്ള തിരുകേശമാണ്. ലക്ഷങ്ങൾ അതിന് സാക്ഷിയാണ്. പ്രവാചക പുങ്കവരുടെ തലമുടി അവിടുന്ന് അനുയായികൾക്കിടയിൽ ബറക്കത്ത്. സഹോദരങ്ങളെ, കൃത്യമായി പറഞ്ഞല്ലോ, മർക്കസിൽ വായിച്ചു കേൾപ്പിച്ചത് പരമ്പരയാണ്. സനത് അദ്ദേഹത്തിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ആ സ്വബഹീബിൽ എത്തുന്ന പരമ്പര വായിച്ചു കേൾപ്പിച്ചു. അത് വായിച്ചു കേൾപ്പിച്ചിട്ട് ഈ സനതിലാണ് കുറ്റം പറയുന്നത്. ഇവർ പോകുന്നോക്കെ നിങ്ങൾ എത്ര പ്രാവശ്യം മാറി വന്നത്? ഇനി കുറച്ച് കഴിയുമ്പോൾ സനതില്ലാന്ന് വരെ പറയും. ഇത് സനതിലാണ്. ഈ സനതിനെ പറ്റി ഇവരുടെ അന്നത്തെ മർക്കസിൽ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് പ്രസംഗിക്കാം. ആ പ്രസംഗം കേൾക്കാം. എന്താ സനത് കഴിഞ്ഞൊന്നും സ്വീകരിക്കാത്തത്? സനത് വായിച്ചു കേട്ടില്ലേ? സനത് ദീനിൽ തെളിവല്ലേ? സ്വഹീഹ് ബുഖാരിയുടെ ഹദീസ് സ്വീകരിക്കുന്ന സനത് കൊണ്ടല്ലേ? മുസ്ലിമിലെ ഹദീസ് ചെയ്യുന്ന സനത് കൊണ്ടല്ലേ? എന്താ സനത് വായിച്ചത് സ്വീകരിക്കാത്തത്? നോക്കുന്ന ആധികാരികമായി പറയുന്നത്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ സനത് ഉണ്ടായപ്പോ ഇതൊന്നും പറയാനില്ല. ഇപ്പൊ ഇതിന് സനത് ഉണ്ടായപ്പോ പിന്നെയും പറഞ്ഞു കൊടുക്കാരണം എന്താ അർത്ഥമായിരുന്നത്? സനത് തെളിവല്ലേ? ഓക്ക് പിരാന്താന്ന് പറയേണ്ടി വരും. അല്ലാതെ അത് ചിലരങ്ങനെ ഓക്ക് പിരാന്താണ്, ഓക്ക് പിരാന്താന്ന് പറയേണ്ടി വരും. അല്ല, എന്താ സനത് ഉണ്ടായിട്ട് എങ്ങനെ തെളിവല്ലാക്കണ്? സനത് തെളിവല്ലേ? സനദാണല്ലോ ഇസ്ലാമിൽ തെളിവ്. ബുഖാരിന്റെ എന്താ തെളിവ്? സനത്. മുസ്ലിമിന് എന്താ തെളിവ്? സനത്. ഇതിനെന്താ സനത് തെളിവ് അല്ലാക്കണെങ്ങനെ? പിന്നെ സാക്ഷാൽ എപി തന്നെ പറയുന്നുണ്ട്, ഇതായി സനത് സൈൻ അവിടെ മുടി കൈമാറിയത് ഞാനും പ്രശ്നം ഉണ്ടാക്കണ്ട. നമുക്ക് സനത് മുടി കൈമാറിയ അറബി അഹമ്മദ് ഖസറജി, അദ്ദേഹത്തിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ആ പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ആധികാരികമായി സനത് സൈനാമത്തിന്റെ ഇതാ കാന്തപുരം പറയുന്നത് മറക്കണ്ടോ? കാന്തപുരം ഇപ്പൊ കാന്തപുരം നിഷേധിക്കും. അതിന് മുമ്പ് കേട്ടോളൂ. അപ്പോൾ അവിടെ സഹായിച്ച ആ കുടുംബത്തിൽ ഖസ്റജി കുടുംബം, ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവ്, പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ഉസ്താദുമാർ, ഷെയ്ഖുമാർ, അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. സനദ് മുത്തസിലായ ഇന്നമദ്ദീൻ ബിൽ അസ്നാദ് ഔ ബിൽ ഇസ്നാദ്, ദീനുൽ ഇസ്ലാം സനദ് കൊണ്ടാണ്. കൃത്യമായി കാരന്തൂർ വർക്ക സമ്മേളനത്തിൽ വായിച്ചു കേൾപ്പിച്ച പ്രവാചക തിരുമേനി വരെ മുട്ടുന്ന ഈ പരമ്പര സനദ് നിങ്ങൾ വായിച്ചു കേട്ടു. നമുക്ക് മുടി കൈമാറിയ അഹമ്മദ് ഖസ്റജി, അദ്ദേഹത്തിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ് വഴി എന്ന് കാന്തപുരം പച്ചയായി പറഞ്ഞു. മാത്രമല്ല ഉപോത്ബലകമായി ഇന്നമദ്ദീൻ ബിൽ ഇസ്നാദ്, സനദിന്റെ മുടി സ്ഥിരപ്പെടും അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു സമ്മേളനത്തിൽ. പക്ഷേ കളവ് പറഞ്ഞാൽ എന്നും അത് നിൽക്കൂലല്ലോ, അത് പൊടുഞ്ഞു ഇപ്പുറത്ത്. അവിടെ വായിച്ചത് മുടിയുടെ സനദെല്ലാം പടച്ച റബ്ബ് തെളിയിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അറബി തന്നെ കൊടുത്ത അറബി അവന്റെ പത്രം സുന്നി വോയിസ് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു, മുടി നിങ്ങൾക്ക് ഏത് വഴിക്കാണ് കിട്ടിയത്, പരമ്പരകളെ കിട്ടിയത് ലേഖകന്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കത് മൊഹീദ്ദീൻ ശൈഖ് വഴി കിട്ടിപ്പോന്നാണ്. ഇവിടെ ഈ വായിച്ച പരമ്പര മൊഹീദ്ദീൻ ശൈഖ് ഇല്ലായിരുന്നു. നേരെ പൊളിഞ്ഞു പോയ പരിപാടി.
അത് കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ചൂണ്ടി ഒന്നുകിൽ മുടി കൊടുത്ത അഹമ്മദ് ഹസറജി കളവ് പറയണം, ഇല്ലെങ്കിൽ കാന്തപുരം കളവ് പറയണം. രണ്ടിൽ ഒന്ന് കളവാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോ അവർ തിരുത്തി. ഈ അറബിന്റെ പിതാവിന്റെ വഴിക്ക് മുടി കിട്ടി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പിതാവിന്റെ കാലത്തിന്റെ മുടി ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് കേട്ടിന്റെ തപ്പ തിരുത്തി പറയുമല്ലോ. ഒരു ചമ്മന്താണ് പറയുന്നത്. ശരി, റിപ്പോർട്ടർ ചാനൽ അഭിമുഖത്തിലാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അഹമ്മദ് ഖസ്റജി അദ്ദേഹമാണ് താങ്കൾക്കത് കൈമാറിയത് എന്ന് പറയുന്നു. കുടുംബപരമായി അദ്ദേഹത്തിൽ അത് നിക്ഷിപ്തമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് ആ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏത് കൈകാര്യ ശൃംഖലയിലൂടെ കിട്ടി? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇന്റർവ്യൂ നടത്തപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമായ പരമ്പരയിലൂടെ ലഭിച്ചിട്ടുള്ളതും എൻ്റെ പിതാവിൻ്റെ കാലത്ത് തന്നെ അത് എൻ്റെ വീട്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളതുമാണ് എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൂടെ ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ വിശ്വാസയോഗ്യമായ കുടുംബമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബത്തിൻ്റെ പരമ്പര പറയുകയും ഈ തിരുകേശം എനിക്ക് വളരെ വിശ്വസ്തമായ രേഖയിലൂടെ ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്തു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു മിനിറ്റ് മുമ്പല്ലേ മൂപ്പരനെ വന്നത്? സാക്ഷാൽ കാന്തപുരം മർക്കസിന്റെ സമ്മേളനത്തിൽ മുടി കൈമാറ്റ ചടങ്ങിലാണ് പ്രസംഗിച്ചത്. ഇതാ മുടി പരമ്പര സഹിതാണ്, സനത് സഹിതാണ് നിങ്ങൾക്ക് അഹമ്മദ് ഹസറജി കൈമാറിയത്. ആ അഹമ്മദ് ഹസറജി അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് ആ പരമ്പരയിലൂടെ കിട്ടിയ പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു എന്ന് ഈ മനുഷ്യൻ പറഞ്ഞില്ലേ? സനദില്ലാതെ സ്ഥിരപ്പെടില്ല, അതുകൊണ്ടാണ് സനത്തോട് വായിച്ചു കേൾപ്പിച്ചത് പറഞ്ഞില്ലേ? പക്ഷേ ഇന്ന് നമ്മൾ പൊളിച്ചപ്പോ കാന്തപുരം എത്ര പച്ചയായിട്ടാണ് റിപ്പോർട്ടർ ചാനലിന്റെ അഭിമുഖക്കാരൻ അറിയാം ഇതാണ് പരമ്പര എന്ന് പണ്ട് പറഞ്ഞിരുന്നു. അങ്ങനെ കുടുംബ പരമ്പര കിട്ടിയാതെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കള്ളം പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത വിഭാഗം. ഇത് ഗൗരവമുള്ള കേസല്ല. വലിയ വലിയ മഹാന്മാർ ഈ ജനലക്ഷങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത് ഇങ്ങനെ കള്ളം പറഞ്ഞാൽ സീഡികളിൽ നെറ്റില് ഈ ലോകത്തെ ജനകോടികൾ ഏത് കാലത്തും കേട്ടുകൊണ്ടിരിക്കല്ലേ? അവരൊക്കെ ഈ കളവ് മനസ്സിലാക്കുന്ന കാലത്തോളം എത്ര വലിയ കുറ്റത്തിന്റെ പാപഭാരമാണ് ഏറ്റുവാങ്ങേണ്ടി വരിക. പരസ്യമായി ഇയാൾ പറഞ്ഞത് മാത്രല്ല, ഇനി കടമാറ്റി ചവിട്ടാൻ രക്ഷയില്ല, തോടി മറിഞ്ഞാൽ പിന്നെ പുറാണ് നല്ലത് പറഞ്ഞാൽ അവിടെ വായിച്ചത് മുടിന്റെ പരമ്പരല്ല, സനത താൻ തിരിച്ചു വരാനില്ല. എല്ലാവരും ഇതുവരെ അതന്നെയാണ് സനത്, അതന്നെ സനത പറഞ്ഞത്. ഇത് തിരിച്ചു വരാനില്ല. പേരോടാണ് മൂപ്പർ സഹായിയായി ദുനിയാവിൽ ആകെ അർത്ഥത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. മൂപ്പർ പറയണത് അവിടെ വായിച്ചത് സനതല്ല, അറബി യോഗ്യനാണ് തെളിയിക്കാൻ വേണ്ടി അവിടെ കുടുംബ പരമ്പര വായിച്ചതാണ്. ഇതിന് സനത് എന്നല്ല പറയാ, അവിടെ വായിച്ച നെസബാണ്. നെസബാണ് കുടുംബ പരമ്പര എന്നാണ്. ഇവർക്ക് അതും അറിയില്ല, മോശക്കാരാക്കി നോക്കി തിരുത്തി പറഞ്ഞു. ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ അതാദ്യം പറയാ, എന്നെ തിരിയാണ്ടായി പോണ്ട. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി വമുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇലാനി الدكتور الشيخ أحمد بن النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പരുടെ പേര്, മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാ. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല. അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ 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 ഇങ്ങനെ നസബ പറയാം. ഞാൻ ആരാണെന്ന് ആദ്യം പരിചയപ്പെടുത്തി. എനിക്കിത് കൊടുക്കാൻ യോഗ്യത ഉണ്ടോ ഇല്ലേ? അത് വേണല്ലോ. എന്തെങ്കിലും ഒന്ന് മനസ്സിലാണ്ട് സഹോദരന്മാരെ, ഇപ്പൊ ഏതായാലും സനതല്ലാന്ന് തിരിച്ചു പറഞ്ഞു. അപ്പൊ പിന്നെ സനത് എവിടെ വേണ്ടേ? ഇല്ലെങ്കിൽ സനത് ഇല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞ് പറയുന്നല്ലോ. സനത് ഇല്ലെങ്കിൽ ആധികാരികല്ല. അപ്പൊ പിന്നെ ആ പ്രശ്നം ചോദിക്കുന്ന ഉറപ്പാ. അപ്പൊ പുതിയ നമ്പർ സനതില്ലാന്ന് പറഞ്ഞു പറഞ്ഞപ്പോ മർക്കസിൽ സനത് വായിച്ചിട്ടില്ലല്ലോ. വായിച്ചിട്ടുള്ള സനതിന്റെ കുടുംബ പരമ്പര. എന്നാ ഈ മുടി കൈമാറിയ പരമ്പര ഏതാ? സനത് ഏതാ? ആ സനതെ പറ്റി തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആ പഴുത്ത പറഞ്ഞു സനത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. സനത് റെഡിയാണ്, ഞങ്ങൾ കൈവശമുണ്ട്, പോക്കറ്റിട്ടുണ്ട്. ആര് വന്നാലും എപ്പോഴും കാണിച്ചുതരാ. ഉസ്താദിട്ട് മർക്കസ് തന്നെ പോയി ബുദ്ധിമുട്ടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്. ആര് വന്നാലും എപ്പോ കാണിച്ചാൽ പോക്കറ്റിലാ സനത് പോയി. സ്റ്റേജിലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന വൈബ്യങ്ങൾ അഹങ്കാരങ്ങളും സനത് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോളി. ഇരിക്കട്ടെ. അപ്പൊ സനത് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, അത് പച്ചക്കള്ളമാണ്. സനത് ഇവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിലും മർക്കസിൽ എന്നാ കാണിച്ചു തരുന്നത്. ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനിവിടെ.
ഉസ്താദിന് കുറെ 10,000 കണക്കിന് ശിഷ്യന്മാരില്ലേ, ഉസ്താദിന് ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടുന്നു. ഞാനുണ്ട്, സിറാജുലുദൈൻ, ആർക്ക് ഔദ്യോഗിക. അപ്പൊ ഉസ്താദിനെത്തും ഇപ്പൊ മൂപ്പരെ കൈകൊണ്ടൊക്കെ സ്ഥലത്ത് പോകത്തില്ല. അപ്പൊ ഈ പോകത്തെ സ്ഥലത്ത് ചോദിക്കാൻ ആരെങ്കിലും ചെന്നാലോ സാധ്യതയുണ്ടല്ലോ. എവിടെയെങ്കിലും പല SS പോലെ തർക്കം ഉണ്ടാക്കിയിട്ട് മധ്യസ്ഥന്മാരെ ഇറങ്ങിയിട്ട് നമുക്ക് ആ സ്ഥലത്ത് പോയി കാണാൻ പോകുമല്ലോ, അത് കൊടുക്കില്ലല്ലോ. അപ്പോഴേക്ക് ഏൽപ്പിച്ച പ്രസ്താവന സനത് ചോദിക്കാൻ തന്നെ പാടില്ല. പ്രസിദ്ധപ്പെട്ട എന്നെപ്പോലുള്ള ആൾക്കാർ ഒരു മുടി കൊണ്ടുവന്നാൽ പിന്നെ സനത് ചോദിക്കാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. അഥവാ സനത് ചോദിച്ചാൽ തീർന്ന് പുറത്തു പോകും, പേടിപ്പിക്കണം. ആളുകളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ, പ്രസിദ്ധപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ പിന്നെ സനത് ചോദിക്കാൻ നടക്കുന്നവൻ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്തവനാണ്. നോക്ക് സഹോദരന്മാരെ, ഇതൊക്കെ ഈ മനുഷ്യന്മാർ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി പറയണ്ടല്ലോ. ഇത് മാത്രമല്ല, അപ്പൊ ഈ തെളിവ് വേണ്ടേ? സനത്തിലേക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുണ്ടാക്കുക, പുതിയ തെളിവുണ്ടാക്കുക. അതിന് പേരോടെ പറഞ്ഞ തെളിവും. കാരണം ചങ്ങാതിമാരെ, നമ്മുടെ ഭാര്യമാർക്ക് പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഭാര്യമാർ പ്രസവിക്കും. പ്രത്യേകിച്ച് സിസേറിയനെ ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല ഭാര്യക്ക്. എന്നിട്ട് കുട്ടികൾ കൊണ്ടുവന്ന ഒരു സിസ്റ്റർ, ഇതാണ് നിങ്ങളുടെ കുട്ടികൾ. സനത്തുണ്ടോ? തെളിവുണ്ടോ? നമ്മളെ കുട്ടികളെ വിശ്വസിക്കാനാണ്. ഇതാണ് സനത്തിലാണ് നമ്മുടെ കുട്ടികളെ സ്വീകരിച്ചില്ല. ഞങ്ങൾ പേരോട് മറുപടി പറഞ്ഞു, ചങ്ങാതിമാരെ, അതിനൊക്കെ പ്രസവിച്ച ഉടനെ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പ്രത്യേക വളയെ മാർക്കിട്ട് ധരിപ്പിക്കാറുണ്ട്. ഒരു നിലക്ക് നമ്മൾ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ പഴക്കാറില്ല. ഇനി പേരോന്റെ ഭാഗത്തെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ സംവിധാനം ഉണ്ടെങ്കിൽ അടിയന്തരമായി കുട്ടികൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളൂ പറയുന്നത്. ആ ഹോസ്പിറ്റൽ കേസ് സനത് വേണ്ട, പുതിയ തെളിവുണ്ടാക്കാൻ. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്ന ആളാരാ? മുത്തക്കിയായ തഹജ്ജുദ് ആളാ കൊണ്ട തന്നെ? നിങ്ങളെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പം ബോധം കെട്ട് വീണതുവാ. ഇനി സ്വന്തം ഭാര്യ എന്നെ പറഞ്ഞാലോ, ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുമോ? രണ്ട് പെണ്ണില്ല, രണ്ടാണില്ലാതെ എന്നാ നിനക്ക് സ്വീകരിക്കാൻ പറ്റും? അപ്പൊ സഹോദരന്മാരെ, അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ സനത് ഇവിടെ കയ്യിലുണ്ട്, പോക്കറ്റിലാണെന്ന് തോന്നുന്നു. പക്ഷെ സനത് കാണിച്ചതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. എന്നാലും വല്ല പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലോ? അങ്ങനെ നിൽക്കുക. ചോദിക്കാൻ പറ്റിയ ഹറാമാണ്, ദീർഘ പുറത്തുനിന്നോട് ഏൽപ്പിക്കാൻ ചോദിക്കാൻ പറ്റുമെന്ന് ഉറപ്പായി. എന്നാലും പ്രശ്നം ഏത് സമയം വരാം. അങ്ങനെ ഇരിക്കുകയാണ് ഗുരുമാലി ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, എടാ ചങ്ങാതിമാരെ, ഈ വ്യാജ മുടിയുടെ പേര് റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞ് കാശ് പണ്ടിട്ടാക്കാൻ വേണ്ടി കാശുകൾ തിരിച്ചത് കൊടുക്കലുകള് ഇതൊന്നും ഹലാലാവാൻ തങ്ങൾ പ്രസംഗിച്ചു. അത് ചാനലുകളൊക്കെ ലൈവായിട്ട് ഇട്ടു. അങ്ങനെ വഞ്ചിച്ചുകൊണ്ട് കൂപ്പൺ അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ആരെന്തെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം അവർ തിരിച്ചു കൊടുക്കണമെന്ന് വിനീതമായി സഹോദരൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഭയങ്കര പ്രശ്നമായി. കാന്തപുരത്തിൽ ഫോണോട് ഫോൺ പത്രക്കാർ അല്ല, പിന്നെ ഹൈദരലി ശിഹാബ് തന്നെ പൈസ തിരിച്ചു കൊടുക്കുമോ? എന്നാ തിരിച്ചു കൊടുക്കുന്നത്? എന്താ നിലപാട്? ആകെ കുടുങ്ങി. ലാസ്റ്റ് ഞാൻ നാളെ പത്രസമ്മേളനം നടത്താൻ, നാളെ 1 മണിക്കിന്റെ പത്രസമ്മേളനം ഉണ്ടാവും. സമാധാനമായി പത്രക്കാർക്ക്. ചാനലുകൾ വന്നപ്പോ ഒരൊറ്റ പ്രസ്താവന ആദ്യം തയ്യാറാക്കി പത്രക്കാർക്ക് കൊടുത്തു. എന്നുവെച്ചാല് മുസ്ലിങ്ങൾ ഈ വിവാദത്തിൽ പിൻവാങ്ങണം. എന്നാലും കഴിച്ചിലായി മൂപ്പര് ഇത് പിൻവാങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോ ഒരു പത്രക്കാരൻ എഴുന്നേറ്റ് ചോദിച്ചു, മൗലവി, നിങ്ങൾ EK വിഭാഗത്തിന് ആ മുടിയുടെ സനതങ്ങ് കൈമാറിയാൽ വിവാദം താനെ ഇല്ലാതാവുകയും അപ്പൊ സനത പത്രക്കാരും പഠിക്കുന്നത് കുറെ ചർച്ച. അതിൽ കാന്തപുരം പറഞ്ഞു, ഞാൻ സനത് കൊടുത്ത അവർ വിശ്വസിക്കൂല, അവർക്ക് എന്റെ വിശ്വാസമല്ല. അപ്പോൾ ചാനലിന്റെ ആളെ എഴുന്നേറ്റ് ചോദിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം മൗലവി, നിങ്ങൾ EK വിഭാഗം കൊടുത്താൽ വിശ്വസിക്കുക ശരിയല്ലായിരുന്നു, പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് ആ സനത് കൈമാറിയാൽ മതി, ബാക്കി കാര്യങ്ങൾ മറുപടിയാണല്ലോ. എത്ര പെട്ടെന്ന് പ്രചരിപ്പിക്കാൻ പറ്റും സനത് ഇങ്ങനെ ലോകത്ത് ലൈവായിട്ട് ആ സെക്രട്ടറി കാണാൻ വിഷയം കളിച്ചില്ല കുട്ടിയല്ലോ. ആ പേരോട് മൈക്ക് ചെയ്തെടുക്കാം. പേര് പറഞ്ഞു, അതിന് ഞങ്ങളുടെ കയ്യിൽ സനത്തിന്റെ എന്ന് പറഞ്ഞാൽ പട്ടിക്കാടിന് കൊടുക്കുന്ന പോലെ, നന്ദിയിൽ കൊടുക്കുന്ന പോലെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ശരിക്കും സനതന അടിരേഖ മാറുന്നത്. അടിരേഖ ആകെ ഇത് കൈമാറ്റ പരമ്പര കുറച്ച് ആൾക്കാരെ പേരാണ്. അടിരേഖ ഭൂമിന്റെ ആധാരത്തിലുണ്ട്. അടിരേഖ ആൾക്കാരെ പറ്റിക്കാൻ പറയാ. ശരിക്കുള്ള സനത്തിന് അടിരേഖ എന്നാ പറയാ. അത് ഞങ്ങളുടെ കയ്യിൽ അബുദാബിയിലാണ്. ഇതുവരെ പോക്കറ്റ് അബുദാബി